അള്ളാഹുവിന്റെ ദീനിനെ യഥോചിതം മനസ്സിലാക്കിയ ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രമാണ്. ഞങ്ങൾ മുൻഗാമികളായ ഇമാമിങ്ങളെ കിതാബ് തിരിക്കുന്നു. നിങ്ങൾക്ക് കിതാബ് അറിയില്ല, നിങ്ങൾക്ക് ഖുർആന്റെ അർത്ഥം അറിയില്ല, നിങ്ങൾക്ക് ഹദീസിന്റെ അർത്ഥം അറിയില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. നിങ്ങളുടെ ആശയം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പുസ്തകം വെച്ചിട്ട് നശിപ്പിക്കും. അതിനാണ് ജീവിതം. ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്നു നിർത്തും. ഇതിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രു മുസ്ലിങ്ങളാണ്. അതിൽ സുന്നി പ്രസ്ഥാനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും നേരത്തെ പറഞ്ഞ നുണയല്ലപ്പോ പറഞ്ഞത്. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ജാദ മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് നമ്മൾ പറഞ്ഞത്. കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത് കുറച്ച് വെള്ളം കുടിക്കും. വിദഅത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. കാഞ്ഞങ്ങാട് മുഖാമുഖമാണ് ആരും തന്നെ ബഹളമുണ്ടാക്കരുത്, ആരും തന്നെ ബഹളമുണ്ടാക്കരുത്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട്. അവരിതാ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു. സമൂഹത്തിന്റെ പ്രവർത്തനോർജ്ജമാണ് വിയോജിപ്പ്. വിയോജിപ്പ് മനുഷ്യർക്ക് കർമ്മശേഷി നൽകുന്നു. മുസ്ലിം സമൂഹത്തിന്റെ ബൗദ്ധികമായ കുതിപ്പിന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ മിക്കപ്പോഴും ശക്തി നൽകിയിട്ടുണ്ട്. വിയോജിപ്പിനുമുണ്ട് ഒരു രീതിശാസ്ത്രം. ആദ്യകാല ഇസ്ലാമിക സമൂഹത്തിൽ വിയോജിക്കുന്നവർ പോലും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ താൽപര്യങ്ങൾക്കോ സ്ഥാനമില്ലാത്ത ദൈവപ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു പൂർവസൂരികൾ നിലനിർത്തിയിരുന്നത്. അന്തസ്സുറ്റ പണ്ഡിതോചിതമായ ആശയവിനിമയ രീതിയായിരുന്നു അവരുടേത്. ഇസ്ലാമിക സാഹോദര്യത്തിനെതിരെയുള്ള ഏത് നീക്കവും നിഷിദ്ധമാണ്. പൂർവിക പണ്ഡിതന്മാർ ഐക്യം നിലനിർത്തുവാൻ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിരുന്നു. മദ്ഹബിന്റെ ഇമാമുകൾ തമ്മിൽ ഗുരുതരമായ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. എന്നാൽ അവർ എതിർഭാഗത്ത് ശരി കണ്ടാൽ അത് സ്വീകരിക്കാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. തെറ്റുപിണയുന്നവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. എന്നാൽ എല്ലാ വിഭാഗം പണ്ഡിതന്മാരെയും തികഞ്ഞ മതിപ്പോടും ആദരവോടും കൂടി മാത്രമേ വീക്ഷിച്ചിട്ടുള്ളൂ. ആവശ്യം വരുമ്പോൾ ഒരാളുടെ വാക്കിൽ മാത്രം ഉറച്ചു നിൽക്കാതെ മനപ്രയാസങ്ങളില്ലാതെ തന്നെ അവർ മറ്റു ചിലരുടെയും ഫിഖ്ഹി മാർഗങ്ങൾ അനുധാവനം ചെയ്തിരുന്നു. തെളിവുകളിൽ വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നാൽ തന്നെയും എല്ലാവരും ജലപാനം ചെയ്യുന്ന നിർജ്ജരി ഒന്നുതന്നെയാണ്. ആരും ആരെയും അവമതിച്ചില്ല. ആരും ആർക്കെതിരെയും കുറ്റാരോപണം നടത്തിയില്ല. നസ്സിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട പ്രബലമായ അഭിപ്രായത്തിനെതിരെ വിലക്ക് കൽപ്പിച്ചില്ല. തികഞ്ഞ വിശാല വീക്ഷണവും ലാളിത്യവുമാണ് അവർ പ്രകടിപ്പിച്ചത്. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ഏത് അവാന്തര വിഭാഗങ്ങളും തുല്യരാണ്. ഓരോ ഇസ്ലാമിക സംഘത്തിന്റെയും അന്ത്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷവും മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ അഗ്നിനാളങ്ങൾ ആളിപ്പടരാനിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് സമുദായത്തിന്റെ സമുന്നത താൽപര്യങ്ങൾക്ക് എതിരാണ്. ചരിത്രത്തിലെ പൊൻതാരകമായിരുന്നു മുസ്ലിം സ്പെയിൻ. വിസ്മയാവഹമായ വൈജ്ഞാനിക വികാസം കൈവരിച്ച അതുല്യമായ നാഗരികതയും സംസ്കാരവും പണിതുയർത്തിയ രാജ്യം. ഇസ്ലാമിനാൽ പ്രചോദിതരായി മുസ്ലിം സമൂഹം നടത്തിയ മുന്നേറ്റത്തിന്റെ ഫലം. യൂറോപ്പ് ഇരുട്ടിൽ ജീവിച്ച കാലത്താണ് മുസ്ലിങ്ങൾ സ്പെയിനിലെത്തിയത്. അവരവിടം പ്രകാശപൂരിതമാക്കി. മുമ്പും ശേഷവും കാണപ്പെടാത്തത്ര ഉജ്ജ്വലമായ സംസ്കാര നാഗരികതകളുടെ ഈറ്റില്ലമായിരുന്നു സ്പെയിനിലെ വിവിധ നഗരങ്ങൾ.
പടുകൂറ്റൻ ലൈബ്രറികൾ, അവയിൽ ശേഖരിച്ച ലക്ഷക്കണക്കിന് അപൂർവ ഗ്രന്ഥങ്ങൾ, ഭാഷ, സാഹിത്യം, ഭൂമിശാസ്ത്രം, ഗോളശാസ്ത്രം, സസ്യശാസ്ത്രം, വൈദ്യശാസ്ത്രം, തത്വശാസ്ത്രം തുടങ്ങിയവയിലുള്ള ആഴമേറിയ ഗവേഷണ പഠനങ്ങൾ, പ്രൗഢഗംഭീരമായ ശില്പകലകൾ, സർവ്വസംവിധാനങ്ങളുമുള്ള മനോഹര നഗരങ്ങൾ, വിദ്യാലയങ്ങൾ, സഞ്ചരിക്കുന്ന ആശുപത്രി ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ, അവയ്ക്കെല്ലാം നിദാനമായ സാമ്പത്തിക സുസ്ഥിതി, കരുത്തുറ്റ ഭരണകൂടം, അഖണ്ഡതയും മതസാഹോദര്യവും, ക്ഷേമപൂർണമായ ജനജീവിതം തുടങ്ങിയ എല്ലാ അർത്ഥത്തിലും മഹത്തായ രാജ്യമായിരുന്നു മുസ്ലിം സ്പെയിൻ. എന്നാൽ സ്പെയിനിന്റെയും മറ്റു മുസ്ലിം നാടുകളുടെയും പിൽക്കാല ചരിത്രം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നു. നമുക്ക് പാഠമാകേണ്ട ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നു. 8 ശതാബ്ദം ഉഗ്രപ്രതാപത്തോടെ മുസ്ലിങ്ങൾ ഭരിച്ച സ്പെയിൻ ദയനീയമായി തകർന്നടിഞ്ഞതിന് കാലം സാക്ഷി. മുസ്ലിങ്ങൾ തമ്മിലുള്ള അനൈക്യമായിരുന്നു പതനത്തിന് പ്രധാന നിമിത്തം. അവർ വ്യത്യസ്ത നാട്ടുരാജ്യങ്ങളായി തിരിഞ്ഞു. മലാഗയിൽ ബനു ഹമൂദ്, ടോളിഡോയിൽ ദുന്നൂൻ, സരഗോസയിൽ ബനു ഹൂദ്, കൊർദോവയിൽ ബനു ജഹ്വർ. ഇവർ പരസ്പരം ശത്രുത പുലർത്തുകയും ഓരോരുത്തരും മറ്റുള്ളവരെ നശിപ്പിച്ച് അധികാരവും മേൽക്കോയ്മയും നേടാൻ ശ്രമിച്ചു. അതിനുവേണ്ടി ശത്രുരാജ്യങ്ങൾ അവരെ കൂട്ടുപിടിച്ചു. വംശീയവും ദേശീയവുമായ സാഹോദര്യബന്ധമുള്ളവരായിരുന്നു അവരെല്ലാം. അതിലുപരി മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക സാഹോദര്യവും അവർക്കിടയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അധികാരമോഹവും അത്യാഗ്രഹവും മുസ്ലിങ്ങളായ സമകാലിക ഭരണാധികാരികൾക്കെതിരെ ശത്രുക്കളെ സഹായിക്കാൻ പോലും അവരെ പ്രേരിപ്പിച്ചു. 90 നാഴികയിലധികം വിസ്തീർണമില്ലാത്ത സ്ഥലത്ത് ഒരേ സമയം ഹമൂദി വംശത്തിലെ 4 പേർ ഖലീഫ പദവി വഹിക്കുവോളം ഇത് ചെന്നെത്തി. ആ മുസ്ലിം നേതാക്കന്മാർ ആയുധമേന്തി മുഖാമുഖം നിന്ന് പോരടിച്ചു. അവരുടെ പ്രസംഗപീഠങ്ങൾ പരസ്പര വൈരത്തിന്റെ എരിതീയിൽ എണ്ണയൊഴിച്ചു. ശത്രുക്കളാകട്ടെ മുസ്ലിങ്ങൾ തമ്മിലടിച്ച് ശക്തി ക്ഷയിക്കുന്നതിനും ദുർബലരാകുന്നതിനും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സ്പെയിൻ അവർക്ക് നഷ്ടപ്പെട്ടു. ഖുർആൻ പറഞ്ഞതെത്ര ശരി. നിങ്ങൾ പരസ്പരം കലഹിക്കരുത്, നിങ്ങൾ ദുർബലരായിത്തീരും, നിങ്ങളുടെ വീര്യം നശിച്ചു പോകും. സ്പെയിനിന്റെ ദാരുണമായ പതന ചരിത്രം നമ്മെ നൊമ്പരപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. അനൈക്യവും ഛിദ്രതയും പരസ്പര കലഹവും ഒറ്റുകൊടുക്കലുകളുമാണ് സ്പെയിനിനെ തകർത്തത്. കേരളീയ മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതയുടെ പരിണിത ഫലവും ദുരന്തപൂർണമായ തകർച്ചയായിരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സ്പെയിനിന്റെ തകർച്ചയുടെ ചരിത്രവും മുസ്ലിം കേരളത്തിന്റെ വർത്തമാനവും തമ്മിൽ അമ്പരപ്പിക്കുന്ന സമാനതകളാണുള്ളത്. പരസ്പരം കലഹിച്ച സ്പെയിനിലെ നാട്ടുരാജ്യങ്ങളുടെ സ്ഥാനത്ത് കേരളത്തിലെ മതസംഘടനകളെ നിർത്തി നോക്കിയാൽ പല സാദൃശ്യങ്ങളും കാണാം. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂർ അബൂബക്കർ മൗലവി എങ്ങനെയാ പോയത്? കാദിയാനിക്ക് പോയത് മുജാഹിദ് എന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ കാദിയാനിയാകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുന്ന ആർക്കറിയാം? അതിങ്ങനെ പോകലല്ലേ? ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് മുമ്പിലിരിക്കുമ്പോൾ ഇതൊന്നും തെളിയിക്കാൻ കഴിയൂല. കേക്ക് മനസ്സിലായില്ലേ? ഇത് വ്യക്തമായി തന്നെ എഴുതിയതാ. ഇപ്പൊ അവര് വായിച്ചല്ലോ, വായിച്ച ഈ ഇതിലുള്ളതാ, മഴതലുള്ളിലും സോവനീറിലുള്ളതാ. അല്ലേ പറയും അതെ, ലാ ഇലാഹ എന്ന് മാത്രം പറഞ്ഞാൽ മുശ്രിക്കാവൂലേ? ഇല്ലല്ല വായിക്കണ്ടേ? വെറും ലാ ഇലാഹ വായിക്കല. ലാ ഇലാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം, ഇല്ലല്ല കേൾക്കണ്ടേ? അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ് പിൻവലിക്കണം. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കണം. സദസ്സിലിരിക്കണം. ആ സദസ്സിൽ എല്ലാവരും അടങ്ങിയിരിക്കണം. സദസ്സിൽ നിന്ന് ആരും ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും അടങ്ങിയിരിക്കണം. എല്ലാരും ഇരുന്നോളൂ. എല്ലാരും ഇരുന്നോ. എല്ലാരും ഇരുന്നോ. ആരും ശബ്ദം ഉണ്ടാക്കണം. അത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ.
നിങ്ങൾ അവിടെ ഇരുന്നോ, സ്റ്റേജിലുള്ള ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ. അത് നിങ്ങൾ ആരും വേണ്ട, എല്ലാവരും അവിടെ ഇരിക്കാം, എല്ലാരും അവിടെ ഇരിക്കാം. അതെ, മൈക്ക് ഓഫ് ആക്കണം. അല്ല, മൈക്ക് ഓഫ് ആക്കി നമ്മള് കിടക്കുന്നത് കണ്ടാൽ, അത് മാത്രല്ല അദ്ദേഹം ആദ്യം പറഞ്ഞു സിട്ടിക്ക് സുജൂദിൽ ശിർക്കാണെന്നുള്ളതിൽ തർക്കല്ല. എന്നിട്ട് പറയാണ് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, ഇയാൾ ഉദ്ധരിച്ചതോ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ. ഇതാ ഇപ്പൊ തന്നെ മധ്യസ്ഥന്മാർക്ക് കൊടുക്കാം. ഇത് ഈ പറഞ്ഞത് സൽസബീൽ കാണിച്ചു തരണം. കണ്ടോ, ചർച്ച അതല്ല ഇവിടുത്തെ ചർച്ച, അതല്ല, അത് മനസ്സിലാക്കണം. ചർച്ച സുജൂദ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിരിക്കുന്നു എന്നതാണ് ചർച്ച. മൗലവി ശ്രദ്ധിക്കണം, എല്ലാവരും പറഞ്ഞത് പറഞ്ഞിട്ടില്ല, പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത്, പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കും. ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ ചൊല്ലി തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഇ.കെ. മൗലവി എഴുതുന്നു: നാം അന്യോന്യം കലഹിച്ചും വഴക്കടിച്ചും നമ്മുടെ ശക്തി നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അതും മതത്തിന്റെ പേരിലാണെന്ന് വരുമ്പോൾ അതെത്ര പരിതാപകരം. അഭിപ്രായ വ്യത്യാസം മനുഷ്യജന്മത്തോടുകൂടി തന്നെ ജന്മമെടുത്തൊരു ഗുണമാണ്. അതിന്നുവരെ നിലനിന്നു വന്നിട്ടുമുണ്ട്, ഇനിയും അത് നിലനിൽക്കുകയും ചെയ്യും. ഓരോ ആൾക്കും അയാളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനും ന്യായവും ഉത്തമവുമായ മാർഗത്തിലൂടെ സ്ഥാപിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ദീനിന്റെ പേരിൽ പല കക്ഷികളുമുണ്ട്. അവരുടെ നിലയെന്താണ്? ദീനിന്റെ നിലനിൽപ്പും രക്ഷയുമാണോ അവരുടെ ഉദ്ദേശ്യം? അഥവാ പാർട്ടിയുടെ വിജയമോ? ഓരോ കക്ഷിയും അവയുടെ പ്രസംഗങ്ങളിലും പ്രബന്ധങ്ങളിലും എതിർകക്ഷിയെ മൊത്തമായും പ്രമുഖാംഗങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടും കാഫിറാക്കുന്ന കാഴ്ച എത്ര ലജ്ജാവഹം. ഇസ്ലാമിക സൗധത്തിന്റെ രക്ഷയ്ക്കും നിലനിൽപ്പിനുമായിട്ടാണത്രേ ഇവർ നിലകൊള്ളുന്നത്. ആ സൗധം ഇന്ന് ഇഞ്ചിഞ്ചായി കത്തി നശിക്കുകയാണെന്നുള്ള വസ്തുത ഇവർ അറിയുന്നില്ല. ഒരാൾ കൈകെട്ടുമ്പോൾ ഒരു ഇഞ്ച് പൊങ്ങിപ്പോയെങ്കിൽ ഇജ്മായിനെ നിഷേധിച്ചുകൊണ്ട് അവൻ കാഫിറാണെന്ന് ഒരു ആലിം ഫത്വ ചെയ്യുന്നു. അവനെ പള്ളിയിൽ പ്രവേശിപ്പിച്ചുകൂടാ, അവനുമായി കൂടിക്കഴിയുവാൻ പാടില്ല, നിക്കാഹ് ദുർബലപ്പെട്ടുപോയി, കൈ ഒരു ഇഞ്ച് താണുപോയെങ്കിൽ അപരന്റെ ദൃഷ്ടിയിൽ അവൻ മുബ്തദി ആയി. അപ്പോഴേക്കും വാദപ്രതിവാദമായി, ഖണ്ഡന പ്രസംഗമായി, ഓരോ പാർട്ടിയും ജിഹാദ് വിളിച്ചു തുടങ്ങി. അപ്പോഴേക്കും പോലീസ് വന്ന് പന്തീർ 12 പ്രഖ്യാപിച്ചു. ഏതെങ്കിലും ഒരു ഇമാം നമസ്കാരം കഴിഞ്ഞ ഉടനെ ജമാഅത്തായി പ്രാർത്ഥന നടത്താതെ എഴുന്നേറ്റു പോയെങ്കിൽ അവനെ ഇമാമത്ത് ജോലിയിൽ നിന്നും ഖതീബ് ജോലിയിൽ നിന്നും പുറത്താക്കണമെന്നൊരു കൂട്ടർ, അത് പാടില്ലെന്ന് മറ്റൊരു കൂട്ടർ. അപ്പോഴേക്കും രണ്ട് കക്ഷിയിലെയും ഉലമാക്കളെത്തി ചോദ്യമായി, വാദപ്രതിവാദമായി, ഖണ്ഡന പ്രസംഗമായി. പിന്നാലെ പോലീസെത്തി, പള്ളിപൂട്ടി, സീൽ വച്ചു. ഇതാണോ സഹോദരന്മാരെ ദീൻ? ഇസ്ലാമിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കഷ്ടം. ആ മഹാസൗധത്തിന്റെ നിലയെപ്പറ്റി ഇക്കൂട്ടർ അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശത്രുക്കൾ അതിന് വലയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നാശത്തിനായി 18 അടവും പ്രവർത്തിച്ചു വരുന്നു. അത്തരക്കാരിൽ നിന്ന് ഇസ്ലാമിനെ രക്ഷിക്കാൻ ഇവരെന്തു ചെയ്തു? സഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ ശാഖാപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അന്നൊക്കെ വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗവും പള്ളിയിലുണ്ടായിരുന്നു. 4 മദ്ഹബുകൾ തന്നെ എങ്ങനെയുണ്ടായി? ശാഖാപരമായ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലമല്ലേ? എന്നാൽ ഓരോരുത്തരും തങ്ങൾക്ക് ശരിയെന്ന് തോന്നിയത് സ്വീകരിക്കുകയും തദനുസാരം പ്രവർത്തിക്കുകയും ചെയ്തുവന്നു. തന്മൂലം വഴക്കും വക്കാണവും മറ്റുമുണ്ടായില്ല. കുറച്ചു കാലമായി
നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ വാദപ്രതിവാദം, ഇവിടെ ഖണ്ഡന പ്രസംഗം, ഇവിടെ പള്ളിപൂട്ടി, അവിടെ 144 പാസാക്കി എന്നല്ലേ? എന്തിന്റെ പേരിൽ? മതമാണ് കലഹമുണ്ടാക്കുന്നതെന്ന് നിർമ്മതവാദികളുടെ വാദത്തിന് ഇതിലധികം തെളിവെന്തു വേണം? ഇത് നിർത്തിക്കൂടെ? രണ്ടു കൂട്ടരെയും വിളിച്ചുകൂട്ടിയുള്ള ഒരു വാദപ്രതിവാദം കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിച്ചു കളയാമെന്ന് പലരും പറയുന്നതായി കേൾക്കാം. കുതിരയ്ക്ക് കൊമ്പ് വന്നതിന് ശേഷമായിരിക്കും ഈ കാര്യം നടക്കുക. അത്രമാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ന്യൂ അൻസാരി നബിദിന വിശേഷാൽ പ്രതി, പേജ് 36-37. ആദരിക്കൽ ചടങ്ങ് നടത്തുകയാണ്. കാരണം പുത്തൻവാദികളുടെ തിരുമറി കയ്യോടെ പിടികൂടി നമുക്ക് മുമ്പിൽ ജീവിക്കുന്ന തെളിവായി നമുക്ക് അനുഗ്രഹീതനായി എത്തിയ വന്യരായ ഉസ്താദ് അവർ ഇനിയും ഇത്തരം കാപട്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാനും മുസ്ലിമീങ്ങളുടെ ഈമാൻ രക്ഷപ്പെടുത്താനും സമൂഹത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും വന്യരായ ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഴുവൻ നമ്മുടെ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ബാവദാരിമി അവർകൾ ഷാള് പുതപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവകളെ ആദരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ? അന്ന് മൂസാക്ക എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകനെ, പ്രായം ചെന്ന മനുഷ്യനെ ഒരു സുന്നി പ്രവർത്തകൻ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു കോളറയിൽ, എന്നിട്ട് പറഞ്ഞു, വിളിയടാ ഉള്ളാളം ശൈഖേ, വിളിയടാ ബദരീങ്ങളെ. ഇവിടെ ബദർ ഉണ്ടാകുകയാണെങ്കിൽ ആരോടാ യുദ്ധം? ഈ പിടിച്ചവനോട് യുദ്ധം. ആരാ യുദ്ധം ചെയ്യ? മൂസാക്ക. മൂസാക്ക ആരുടെ സ്ഥാനത്ത് നിൽക്കുന്നു? സഹാബികളുടെ സ്ഥാനത്ത്. വിളിക്കടാ എന്ന് പറഞ്ഞ ഈ സുന്നി ആരുടെ സ്ഥാനത്ത് നിൽക്കുന്നു? അബൂലഹബിന്റെയും അബൂജഹലിന്റെയും സ്ഥാനത്ത്. ആരാ ഇസ്ലാമിന്റെ ശത്രു? കേരളത്തിൽ മുസ്ലിങ്ങളാണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ എന്നെ കൊന്നോളി. ഞാൻ പറയുന്നു, കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രു മുസ്ലിങ്ങളാണ്. അതിൽ സുന്നി പ്രസ്ഥാനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു. ഇത് ഞാൻ കാസർഗോഡ് നിന്ന് പ്രഖ്യാപിക്കാം. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സുദർശനേക്കാളൊക്കെ പാപികൾ ഇവിടുത്തെ സക്കാഫിമാരാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഗൗരവമായിട്ട് പറയാം. ഇവിടെ ഇസ്ലാമിന്റെ, കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ മുഖ്യ ശത്രു AP സുന്നികളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് ഞാൻ പരസ്യമായിട്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു, അബൂജഹൽ എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞു, അബൂലഹബ് എതിർത്തു. ആ അബൂലഹബിനോടും അബൂജഹലിനോടും താദാത്മ്യമുള്ള ഒരേ വിഭാഗമേ ഇവിടെ ഉള്ളൂ, സുന്നികൾ. അള്ളാഹുവിനെ ഭയക്കുന്ന തഖ്വയുള്ള പണ്ഡിതന്മാർക്കും മതസംഘടനകൾക്കും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുക? ഒരു വിഭാഗം മറുവിഭാഗത്തെ ശത്രുക്കളായി കണ്ട് അധിക്ഷേപിച്ചാൽ പരലോകത്ത് നേട്ടമുണ്ടാകുമോ? പരലോകം നഷ്ടപ്പെടുകയാണ് ഇതിന്റെയൊക്കെ ഫലമെങ്കിൽ ഇതിനൊക്കെ എന്തർത്ഥമാണുള്ളത്? നിലനിൽപ്പ് പോലും ഭീഷണിക്ക് വിധേയമായ, ജീവധനമാനാദികളുടെ സുരക്ഷ സ്ഥിരം പ്രശ്നമായ, സാംസ്കാരിക വ്യക്തിത്വം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷം പൊതുവിപത്തുകൾക്കെതിരെ പോലും ഒന്നിക്കാനാവാതെ കക്ഷികളും ഗ്രൂപ്പുകളുമായി പോരടിക്കുന്ന ദുര്യോഗം വല്ലാത്തതാണ്. ഇവിടെ ഭിന്നിപ്പിനും ശൈഥില്യത്തിനും ഉത്തരവാദികൾ സാമാന്യ ജനമല്ല, പ്രവാചകന്മാരുടെ പൈതൃകം അവകാശപ്പെടുന്ന പണ്ഡിതന്മാരും നേതാക്കളുമാണ്. ഇസ്രായേല്യരുടെ തകർച്ചയ്ക്ക് ഉത്തരവാദികളായ വിഭാഗം തന്നെ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ മാത്രമാണ്. അതിനാൽ നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ ബന്ധങ്ങൾ നന്നാക്കുവിൻ, അല്ലാഹുവിനോട് ഭക്തിയുള്ളവരാകുവിൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം. തീർച്ചയായും ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ ശത്രുത പ്രഖ്യാപിക്കുന്ന മടവൂരികളുമായി നിങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വം, റബ്ബിന്റെ തൗഹീദ്, ആ തൗഹീദിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് നിലകൊള്ളുകയും പരസ്യമായി റോട്ടിലിട്ടുകൊണ്ട് റസൂലുള്ളാഹിയുടെ വചനങ്ങളെ പിച്ചിച്ചീന്തുകയും ചെയ്യുമ്പോൾ ആ പടി നിർത്താതെ അത് അവസാനിപ്പിക്കാത്ത കാലത്തോളം ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ശത്രുത അത് വ്യക്തമായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ദൈവിക പാശത്തെ മുറുകെ പിടിക്കുവിൻ, നിങ്ങൾ ഭിന്നിക്കരുത്. അല്ലാഹു നിങ്ങളിൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ സ്മരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ പരസ്പരം വൈരികളായിരുന്നു,
അപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയത്തെ തമ്മിലിണക്കി അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. ഒരഗ്നികുണ്ഡത്തിന്റെ വക്കിലായിരുന്നു നിങ്ങൾ. അവൻ അതിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചു. ഇவ்விധം അല്ലാഹു തന്റെ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. ഇവയിലൂടെ നിങ്ങൾ മോക്ഷം പ്രാപിച്ചേക്കാം. യഹൂദന്മാർ മുസ്ലിങ്ങളുടെ ഏറ്റവും കടുത്ത ശത്രുക്കളാണെന്ന് ഖുർആൻ പറയുന്നു. എന്നാൽ ആ യഹൂദരോട് പോലും ഇസ്ലാമിക ചരിത്രത്തിൽ അനുവർത്തിച്ച സഹിഷ്ണുതയുടെയും മാന്യതയുടെയും ഏറ്റവും നല്ല ഉദാഹരണമാണ് മദീന ചാർട്ടർ. യഹൂദർ കൂടി ഉൾപ്പെട്ട ഒറ്റ ഉമ്മത്തായിട്ടാണ് അതിൽ വിഭാവന ചെയ്യുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തു മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കേട്ടില്ല നിങ്ങൾ? ഇവരുടെ പണ്ഡിതന്മാരൊക്കെ വൃത്തികെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനാണ് എന്ത്? മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് മുരണ്ടി കൊല്ലണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് മനുഷ്യനാണ്, ഇരുകാലി ജീവി. ഇയാൾ മനുഷ്യഗണത്തിൽ പെടും. ദീനിന്റെ കാര്യത്തിൽ തനത്തുവ അനുവദനീയമല്ല. സംസാരത്തിലും പ്രവൃത്തിയിലും അതിൽ ലംഘിക്കുകയും തീവ്രത പുലർത്തുകയും ചെയ്യുന്നവരാണ് മുത്തനത്യുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാശഹേതുവെന്ന് മുന്നറിയിപ്പ് നൽകിയ വിഷയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തനത്യുകൾക്ക് നാശം. അദ്ദേഹം അത് 3 തവണ ആവർത്തിച്ചു. ദീനിന്റെ കാര്യത്തിൽ തീവ്രത സൂക്ഷിക്കുക. നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചത് ദീനിലെ തീവ്രത മൂലമാണ്. കൂട്ടുപ്രാർത്ഥനയാണ് വ്യഭിചാരത്തെക്കാളും ശക്തമായിട്ടുള്ളത്. എങ്ങനെയുണ്ട് പറയട്ടെ? അയാളെന്നെ പറയട്ടെ, നിങ്ങൾ കേട്ടോളൂ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. നമസ്കാരത്തിന് ശേഷമുള്ള സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് ഈ മുഅദ്ദിൻ അറിയോ എപ്പോഴാ ഓതനെന്ന്? എന്താ ഇതിന്റെയൊക്കെ കഥ? സുബഹിക്ക് ശേഷമുള്ള കുനൂത്താത്ത പടച്ചോനെ തമ്പുരാനെ. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. മതസംഘടനകൾ ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുക എന്ന അടിസ്ഥാനപരമായ ദീനീ തത്വം വിസ്മരിച്ചിരിക്കുന്നു. ഇസ്ലാം സംഘടനകൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുകയും ദുർവ്യാഖ്യാനിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഓരോ കക്ഷിയും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുകയും ഇസ്ലാമിനെ വീതം വയ്ക്കുകയുമാണ്. സംഘടനാവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിനെ കുറിച്ച് മാത്രമേ നമുക്കറിയൂ. സംഘടനാ വിശ്വാസം പലപ്പോഴും അള്ളാഹുവിലും പ്രവാചകനിലുമുള്ള വിശ്വാസത്തിനും മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ദീനിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും താൽപര്യങ്ങളും സംഘടനാ താൽപര്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ദീനിനും ഉമ്മത്തിനും പ്രഥമ പരിഗണന നൽകാൻ സാധ്യമാവുന്നുണ്ടോ എന്ന് നേതാക്കളും അണികളും ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെയും ഉമ്മത്തിന്റെയും താൽപര്യങ്ങൾക്കായി ഭിന്ന വീക്ഷണങ്ങൾ നിലനിർത്തിക്കൊണ്ടുതന്നെ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുക എന്നതാണ് ഐക്യം. എല്ലാ സംഘടനകളും തങ്ങളുടെ ആദർശവും അസ്തിത്വവും ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേരുക എന്നത് ലയനമാണ്. അത് അസാധ്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാൽ എല്ലാ സംഘടനകളുടെയും പൊതുവായ ആദർശവും അസ്തിത്വവും ഇസ്ലാമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ യോജിക്കാനും ഒരുമിക്കാനും സാധ്യമായേ തീരൂ. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തോ അതാണ് സഹാബികൾ മനസ്സിലാക്കി. സഹാബികൾ മനസ്സിലാക്കിയതെന്തോ അത് മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, പച്ചവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, മുഴുപ്രാന്തൻ എന്ന് വിളിച്ചാലും വേണ്ടിയില്ല. ലോകത്ത് അല്ലാഹുവിന്റെ ദീനിനെ യഥോചിതം മനസ്സിലാക്കിയ ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രമാണ്. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെയും എന്തുണ്ട്? വികലാംഗത ഉണ്ട്. അവരൊക്കെ വികലാംഗരാണ്, മതത്തിന്റെ വികലാംഗരാണ് അവരൊക്കെ.
ഒരുപാട് തകരാറുകളുണ്ട് എന്നർത്ഥം. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ 1.5 മീറ്റർ നീളമുള്ള നാക്കിന്റെ ഉടമ എന്ന ഖ്യാതി കുപ്രസിദ്ധി മാത്രമുള്ള മുജാഹിദ് നേതാവ് പറയുന്നു. അയാൾ പറയുന്നതൊന്ന് കേട്ടോളൂ നിങ്ങൾ. മുസ്ലിങ്ങൾ മൊത്തത്തിൽ മുശ്രിക്കാണ് എന്ന് അയാൾ തന്നെ പറയുന്നതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്ക് തൗഹീദ് പറയാനുള്ളത്. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ രണ്ടു വന്നു. എന്നെങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ. നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറിച്ചു. സലാം അലൈക്കും ഷെയ്ഖുന കാന്തപുരല്ലേ. അബൂജഹലിന്റെ സൈക്കന്റെ അബൂജഹലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോലുണ്ട്. കാത്തലുണ്ട് നിങ്ങൾ എന്താ കോലം. അബൂജഹൽ ഇങ്ങനെ സൈക്കിന്റെ ഇങ്ങനെ കോലം. ഞാൻ അബൂജഹൽ സലാം അലൈക്കും ഷെയ്ഖുന കാന്തപുരല്ലേ. ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചെങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പഠിച്ചവനാണ് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കുകളുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും വേണമെന്ന് പറയുന്നു. ഇനി ലോക മുശ്രിക്കുകളുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും വേണമെന്ന് പറയും. ചരിത്രത്തിലുള്ള ഒരു സംഭവത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ ഒരാളുടെ പിന്നാലെ പോയി, ഒരു മുശ്രിക്കിന്റെ പിന്നാലെ പോയി. ഞാൻ അയാളുടെ അടുത്തെത്തിയപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അയാളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ഞാൻ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞപ്പോൾ റസൂൽ എന്നോട് ചോദിച്ച ചോദ്യം, അഫലാ ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലം. അല്ല ഉസാമ, അയാളുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അയാളുടെ ഹൃദയം നീ തുറന്നു നോക്കിയിരുന്നോ എന്ന് ചോദിച്ചുവെന്ന് മാത്രമല്ല, ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂല് ഫമാ സാല യുകർറിറുഹാ, അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഏതുവരെ എന്നറിയുമോ? ഞാൻ ഇതിന് ശേഷം മുസ്ലിമായാൽ മതിയായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ അനുഭവമാണ് മുജാഹിദുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ മാർഗദർശകമായിട്ടുള്ളത്. ഇവിടെ സുന്നികളുടെ വലിയ ഒരു നേതാവായിട്ട് അറിയപ്പെട്ട ആളാണ് EK അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം പണ്ട് ഓതിപ്പടിച്ച കടവത്തൂരിൽ രണ്ടാമതയാള് വെല്ലൂരിലും മറ്റൊക്കെ പോയി പഠിച്ചതിന് ശേഷം കടവത്തൂരിൽ അദ്ദേഹം വരുമ്പോഴേക്ക് അവിടെ മുജാഹിദുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ എതിർത്തുകൊണ്ട് അവിടെ ഒരു വയല് പരമ്പര നടത്തി. ആ വയലിൽ അദ്ദേഹം പറഞ്ഞു, വഹാബികൾ കാഫിറാണോ എന്ന് സംശയിച്ചവനും കാഫിർ ആണ്. അതുകൊണ്ട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് മൊഴി വാങ്ങരുത്. കാരണം അവർ മുർത്തദ്ദായി പോയിരിക്കുന്നു. മുർത്തദ്ദാവലോടുകൂടെ മൊഴി തനിയെ മുറിഞ്ഞു. അതുകൊണ്ട് മൊഴി വാങ്ങാതെ തന്നെ മറ്റ് ഭർത്താക്കന്മാരെ അന്വേഷിച്ച് വിവാഹം ചെയ്ത് കൊടുക്കണം. EKയും APയും കൂടി ഒന്നായി യോജിച്ച കാലത്ത് രചിച്ച പാഠപുസ്തകങ്ങളിൽ മദ്രസയിലെ 3ാം ക്ലാസ്സിലെ അഖ്ലാഖ്, അതായത് സൽസ്വഭാവം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകം അഖ്ലാഖ് എന്നത്. അതിൽ സലാം ചൊല്ലലിൻ്റെ മര്യാദ, പരസ്പരം മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടാൽ സലാം ചൊല്ലലിൻ്റെ മര്യാദ പറയുന്ന കൂട്ടത്തിൽ, എന്നാൽ ഇത് മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ബാധകമല്ല, അവരോട് സലാം ചൊല്ലേണ്ടതില്ല, അവർ ചൊല്ലിയാൽ മടക്കേണ്ടതുമില്ല, കാരണം ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണെന്ന്. അപ്പോൾ എൻ്റെ മകള് പഠിക്കുന്നുണ്ടേനു നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള മദ്രസയിൽ. അപ്പോൾ മകള് ഉടനെ ചോദിച്ച്, ആ ഹദീസ് ഒന്ന് പറഞ്ഞു തരുമോ ഉസ്താദ്, അല്ലെങ്കിൽ ഒന്ന് ബോർഡും മേൽ എഴുതി തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് വേം പറഞ്ഞു, ഇപ്പൊ അതിനെപ്പറ്റി അനങ്ങണ്ടാണ്. ഇവിടെ നേരത്തെ EK അബൂബക്കർ മുസ്ലിയാരെ പറ്റി മുശ്രിക്കാക്കി എന്ന് പറഞ്ഞവർ ആകെ EK കാഫിറാക്കി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ EK കാഫിറാണ് എന്ന് ഉള്ള ആൾ നിങ്ങൾ പ്രസംഗിച്ചത് ഉദ്ധരിച്ചില്ലേ പത്രങ്ങൾ? എന്താ പറഞ്ഞത്? പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ തെറ്റിപ്പോന്ന അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗാണ്. എന്താ
അപ്പൊ പിന്നെ ഓരോട് തെറ്റാതെ കഴിയൂലല്ലോ. അതുകൊണ്ടാണ് അന്താലൽ ഹക്ക്, ഉറച്ചു നിന്നോ നീ ഹക്കിന്റെ മേലിലാണ്. അപ്പുറം ഈ എന്റെ ഉസ്താദല്ലേ, അവൻ പിഴച്ചുപോയി എന്നാണ് വളവൂർ പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് കഫറ, അവൻ കാഫിറായി പോയി എന്നാ. അറിയോ നിങ്ങള് എന്ന് ചോദിച്ച ആ പ്രസംഗം ഈ കെ കാഫിറാക്കിയതാരാണ്? മുജാഹിദാണോ? ഈ കെ കാഫിറാണെന്ന് മുജാഹിദ് പറഞ്ഞില്ല. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഈ ഒരു ഫയലും നിറയെ നിങ്ങൾ അബ്ദുല്ലാഹിബ്നു സുലൂലാക്കാൻ പറ്റിയ തെളിവുകളുണ്ട്. ഒരു ഫയലും നിറയെ വായിക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഇനി വായിക്കാം. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മുജാഹിദിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ വലിയ പണ്ഡിതൻ മുതൽ നെല്ലിക്കുത്ത് മുതൽ താഴോട്ടുള്ള പണ്ഡിതന്മാരെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂലിന്റെ ചരടിൽ കോർക്കാനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. വെടിക്കെട്ട് തീർന്ന് നിങ്ങൾ വിചാരിക്കരുത്. മുസ്ലിങ്ങൾ പരസ്പരമുള്ള യുദ്ധമായ ജമൽ യുദ്ധത്തിൽ ആരോ അലി റളിയല്ലാഹു അൻഹുയോട് എതിർകക്ഷിയെ കുറിച്ച് ചോദിച്ചു. അവർ മുശ്രിക്കാണ്. അലി പറഞ്ഞു, അവർ ശിർക്കിൽ നിന്ന് അകലെയാണ്. അവർ മുനാഫിക്കാണ്. മുനാഫിക്കുകൾ അല്ലാഹുവിനെ കുറിച്ച് അല്പമേ ഓർക്കൂ. പിന്നെ ആരാണവർ? അലി പറഞ്ഞു, നമ്മുടെ സഹോദരന്മാർ. അവർ നമ്മോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. മുജാഹിദിന്റെ മൗലവി എന്തൊക്കെയാ പറഞ്ഞ് പ്രസംഗിച്ചത്? എല്ലാരെയും കാഫറാക്കാണ്. ഇരുട്ടിന്റെ മക്കൾ NDF-കാരനെ മുജാഹിദ് വിളിക്കുന്നത്. ഒന്ന് കേട്ടോളി. വെറും നമ്മളെ മാത്രല്ല, മുസ്ലിമാണത്രേ NDF-കാരൻ. നിങ്ങൾ ആലോചിക്കണം. ഭീരുക്കളല്ലേ നിങ്ങൾ ആദർശം തുറന്നു പറയുന്നവരോട് നിങ്ങൾക്ക് ദേഷ്യല്ലേ, കോപല്ലേ? ന്യായമായി പബ്ലിക്കില് ഇതുപോലെ വന്നിട്ട് നിങ്ങൾ ആദർശം പ്രസംഗിക്ക്. ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന് RSS-കാരെ നിർത്തിക്കോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. BJP-കാരെ നിർത്തിക്കോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, NDF-ന്റെ രാത്രി ക്ലാസ്സിൽ നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ടുപോയി നിർത്തുവോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന ആദർശം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ? മാനവികതയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇരുട്ടിന്റെ കൂട്ടാളികളായത്? കേട്ടില്ലേ? ഇവരാരെയാ വിട്ടത്? ഇനി ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറയുന്നത് കേൾക്കണോ? ഇല്ലേ? അത് ചോദിച്ചാ അപ്പൊ മനസ്സിലാക്കിക്കോ, ഇസ്ലാം എന്ന് വേറെയാണ്, ജമാഅത്തെ ഇസ്ലാമി ഒന്ന് വേറെയാണ്. അതായത് മനസ്സിലായി. നമ്മളെ മുത്തുമാണിക്കല്ല് പറഞ്ഞാണ് എന്ത്? അപ്പൊ മനസ്സിലാക്കിക്കോ, ജമാഅത്ത് ഇസ്ലാമി എന്ന് വേറെയാണ്, ഇസ്ലാം എന്ന് വേറെയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയാണെങ്കിലും ഇതേ മൗലവി പറയുന്നു. എന്താ പറയുന്നറിയോ? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന സുന്നി കാഫിറാണ്, ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഭാരം മുസ്ലിമാണ്. അന്ന് ചോട്ടാവനെ യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. എന്നിട്ട് മൗലവി ഇവിടെ വന്ന് ചോദിക്കാൻ ഞങ്ങൾ കാഫറാക്കിയിട്ടുണ്ടോ? മൗലവിമാരെ, സുന്നികളായ ഞങ്ങളെ മുഴുവനും മുശ്രിക്കും കാഫിറുമാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം അല്ലാഹുവിന്റെ ലഅനത്താണ് കേട്ടോ. അത് ഖുർആൻ പറഞ്ഞതാണ് കേട്ടോ. ആ ലഅനത്ത് കിട്ടിയതിന്റെ ഫലമാണ് ഈ കെ ഹസൻ മുസ്ലിയാരെ കാഫിറാക്കിയിട്ട്, കാഫിറാണെന്ന് പ്രഖ്യാപിച്ച് എഴുതിയിട്ട് സുബ്ഹാനല്ലാഹ് അസ്ലിം തസ്ലിം ഈ കെ ഹസൻ മുസ്ലിയാരെ മുസ്ലിമായിക്കോ എന്നാ രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് മരണശയ്യയിൽ കിടക്കുമ്പോ നിങ്ങളെ നേതാവ് ഉമർ മൗലവി കത്ത് കൊടുത്തയച്ചില്ലേ? ആ ഉമർ മൗലവിന്റെ മകന് കാഫിറായില്ലേ? അതാ നിരീശ്വരവാദിയും യുക്തിവാദിയും സന്യാസി കോലമായില്ലേ? കുട്ടികൾ എന്ത് ചെയ്തു? ആ കത്ത് കൊണ്ടുപോയിട്ട് ഉമർ മൗലവിന്റെ മകൻ ബഷീർ മാഷ് യുക്തിവാദിയെ ഈ സന്യാസിയായപ്പോ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെ ബാപ്പ ഞങ്ങളെ നേതാവിന് അയച്ച കത്താണ്, അതിനർഹൻ നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ കത്തങ്ങ് തിരിച്ചു കൊടുത്തു കേട്ടോ. അതൊന്ന് കണ്ടോ, ഒന്നുകൂടി കണ്ടോ. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്.
മുസ്ലിം കേരളത്തിൻ്റെ എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങിതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മുജാഹിദുകൾ മുസ്ലിയാക്കന്മാരെ മുശ്രിക്കുകളാണെന്നും കാഫിറുകളാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉമർ മൗലവിയെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിയാക്കന്മാരുടെ കിടക്കിടക്ക് എഴുത്തുകുത്തുകൾ നടത്തുകയും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ്. ബോധ്യപ്പെട്ടിട്ടും അത് ഉറച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ച് ഉമർ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അതിന് അസ്യാംഗത്യമായൊന്നുമില്ല. പ്രവാചകൻ പഠിപ്പിച്ചു, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുകയും ഞങ്ങൾ സ്വീകരിച്ച കിബിലയെ കിബിലയായി സ്വീകരിക്കുകയും ഞങ്ങൾ അറുത്തതിനെ ഭക്ഷിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് മുസ്ലിങ്ങൾ. അഹ്ലുൽ കിബില അഥവാ കഅബയെ കിബിലയായി സ്വീകരിച്ചവരെ കാഫിറാക്കാൻ പാടില്ല എന്ന് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ അക്കീദയെ വിശദീകരിക്കുന്ന ഗ്രന്ഥമായ ഷറഹുൽ അഖായിദിലും അക്കീദത്ത് തഹാവിയയിലും വ്യക്തമാക്കിയിരിക്കുന്നു. എന്നിട്ടും എത്ര ലാഘവത്തോടെയാണ് മറ്റു സംഘടനയിൽപ്പെട്ടവരെ ഇവർ കാഫിറും മുശ്രിക്കുമാക്കുന്നത്. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാസുല്ലം ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. ഈ പുരോഹിതന്മാരെന്ന് പ്രസംഗിച്ച് നടക്കുന്ന മുജാഹിദ് സ്റ്റേജുകൾ പ്രസംഗിച്ച് നടക്കുന്ന വിഷയങ്ങളായി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ത് ഗൗരവത്തിക്കുന്ന അറിയങ്ങൾ. പക്ഷേ ഞാൻ സുഖമില്ലാതെ കിടക്കുക, വെള്ളം വെയ്യ, എന്നിട്ട് ഈ ബാഗ് വെച്ച് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഖേദിച്ച് ഈ ഖുറാഫിനെ എതിർക്കാനാണ് നമ്മളിങ്ങനെ ബാഗ് വെച്ച് ഇറങ്ങാറുള്ളത്. ഇപ്പം ഈ സമുദായത്തിൽപ്പെട്ട മുജാഹിദുകൾക്ക് തന്നെ എതിരെ പ്രസംഗിക്കാൻ ഈ ഗതികേട് നമുക്ക് വന്നല്ലോ എന്ന് വിചാരിക്കുക. ദുഃഖിച്ചിട്ട് അശ്രീത മല കൂട്ടി നടക്കുന്നത്, കൈ വേദനിച്ചിട്ട് ചെയ്യുക. ഇത് ചിലപ്പോ സീർ ചെയ്താന്ന് അറിയും കേട്ടോ. ചില ആൾക്കാർ മുജാഹിദിക്ക് പോകുന്നില്ലെങ്കിലും AP ഗ്രൂപ്പ് മാറി ഈക്കിക്ക് പോകും. അതും തടയണമല്ലോ കൂട്ടത്തിന്. അതിനും മുസ്ലിയാക്കന്മാരെ കൂട്ടിപ്പിടിച്ച നബി തങ്ങളെ തന്നെയാണ്. ഒരു മുസ്ലിയാർ പറഞ്ഞ ഈ കേസ് സുന്നിയായാലും സ്വർഗത്ത് പോകാൻ പറ്റൂല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓലൊപ്പം നിന്നാല് നബിന്റെ പാർട്ടിയല്ല, നബിയുടെ കൂടെ എത്താൻ കഴിയില്ല, നബിയുടെ ഭാഗത്തേക്ക് പാതയിലേക്ക് എത്താനാവില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബിന്റെ ഒപ്പം എത്തണമെങ്കിൽ ഏപ്പിന്റെ ഒപ്പം നിന്നേ പറ്റൂ എന്നാൽ അതും കൂടി കേട്ടോളൂ. ഒക്കെ മുസ്ലിയാക്കന്മാർ ഇപ്പൊ നമ്മൾ കേൾക്കാം, നമ്മളെ വക ആരോപണമല്ല. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി, അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട്, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം അന്തസ്സോ ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്ര. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ ഭാഗത്തിലാണ് എന്താ തുറന്ന് പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തിപ്പോ പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയുന്നത്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവൻ. അതിനുള്ള ഏക വഴി സ്വലാത്ത് ചൊല്ലലാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സ്വപ്പ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേർത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, AP ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്,
ആ നബിയെ കാണാൻ എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. അപ്പൊ ഗ്രൂപ്പ് ആളെ വലിക്കാളെ പണിയാപ്പത്. പക്ഷെ സത്യം പറഞ്ഞോട്ടെ, എ.പി. അവിടെയും കച്ചവടം ചെയ്യാൻ നോക്കുക. മൂപ്പർക്ക് അവിടെയും കച്ചവടം, കിട്ടിയ സമയം കൊണ്ട് നബിനെ കാണാൻ നോക്കിയല്ല. നബി റൂമിലുണ്ട് കണ്ടപ്പോ മൂപ്പര് കുറച്ച് ടിക്കറ്റ് ഒക്കെ അടിച്ച് അപ്പുറത്ത് വന്ന് എന്ത് ചെയ്യാ, ടിക്കറ്റ് വിൽക്കുക. മൂപ്പർക്ക് അവിടെയും ബിസിനസ്സാ. അപ്പൊ ഈ രൂപത്തിന് എ.പി.നൊപ്പം നിന്നെങ്കിൽ മാത്രമേ നബിയുടെ പാതയിലേക്ക് എത്താൻ, നബിയുടെ കൂടെ കൂടാനാവൂ എന്ന് നബി തങ്ങൾ തന്നെ ഇതിലൂടെ പഠിപ്പിക്കുന്നുവെന്ന് പറയാനാണ്, പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം 2002 പിളരുകയുണ്ടായി. എന്നാൽ വേർപെട്ടുപോയ ബി ഗ്രൂപ്പിനെ എ ഗ്രൂപ്പ് ഒരു വീഡിയോ ബൈറ്റിൽ പരിചയപ്പെടുത്തുന്നത് നോക്കൂ. മടവൂരിസം, ഇസ്ലാഹി ചരിത്രത്തിലെ മറക്കാനാവാത്ത ദുരന്തം. നൊന്തുപെറ്റ മാതാവിന്റെ മാറുകീറും കണക്കെ മഹത്തായ ഈ ആദർശ പ്രസ്ഥാനത്തെ നെടുക പിളർത്തിയ കർസേവകർ, തലതിരിഞ്ഞ ഇക്വാനിസത്തിന്റെ വാലാട്ടികളായി, അധികാരമോഹത്തിന്റെ ആൾരൂപങ്ങളായി കടന്നുവന്ന മടവൂരി കോക്കസ് തൗഹീദി പ്രചരണ രംഗത്ത് വഴിമുടക്കികളായി, അമേരിക്കയുടെ ചെരുപ്പ് നക്കികളായി അധപ്പതിച്ച മടവൂരികൾ സലഫി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി. നാം പലപ്പോഴും വിചാരിച്ചു പോകുന്നു, ഈ ഇസ്ലാഹി പ്രസ്ഥാനം, അതായത് കേരള ജമിയത്തുൽ ഉലമ, ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇസ്ലാമിന് സഹായിക്കുവാൻ രൂപീകൃതമായ സംഘടനകളൊക്കെയും ഇസ്ലാമിക പ്രവർത്തന മാർഗത്തിൽ ഇജ്തിഹാദ് നടത്തുന്ന മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പ് മാത്രമാണ്. അവരുടെ ഇജ്തിഹാദ് ശരിയാവാനും തെറ്റാവാനും സാധ്യതയുണ്ട്. രണ്ടായാലും പ്രതിഫലവുമുണ്ട്. തന്റെ സംഘടനയ്ക്ക് നന്മ മാത്രമേയുള്ളൂ. മറ്റു സംഘടനകളുടേതൊക്കെ തിന്മ. തന്റെ ഗ്രൂപ്പിലെ ആളുകൾക്ക് എന്ത് ന്യൂനതകളുണ്ടെങ്കിലും അവർ മഹാന്മാരാണ്. മറ്റുള്ള ആളുകൾ അവർക്കെത്ര വിവരമുണ്ടെങ്കിലും ഒന്നിനും കൊള്ളാത്തവർ. സംഘടനാ പക്ഷപാതിത്വത്തിന്റെ പ്രകടരൂപങ്ങളാണിവ. തനിക്ക് സ്നേഹമുള്ളവരോടും വെറുപ്പുള്ളവരോടും നീതിപൂർവം പെരുമാറുക എന്നത് ഇസ്ലാം മുസ്ലിമിന് നിർബന്ധമാക്കിയ കാര്യമാണ്. തനിക്കെതിരാണെങ്കിൽ പോലും അള്ളാഹുവിനു വേണ്ടി നീതിയുടെ സാക്ഷിയാവണം അവൻ. തന്റെ വിദ്വേഷം സത്യത്തിൽ നിന്ന് അവനെ വ്യതിചലിപ്പിക്കാവതല്ല. തന്റെ പ്രീതി അസത്യത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകാവതുമല്ല. ശത്രുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് വിദ്വേഷം അവനെ തടയരുത്. തെറ്റാവാൻ സാധ്യതയുള്ള ശരിയായ അഭിപ്രായമാണ് എന്റേത്. ശരിയാവാൻ സാധ്യതയുള്ള തെറ്റായ അഭിപ്രായമാണ് മറ്റുള്ളവരുടേത്. ഇമാം ഷാഫി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ ഒതുങ്ങുന്നു? ഇല്ല. 200-ലധികം മുഖാമുഖം നടത്തി എന്ന് വീരവാദം മുഴക്കി നടക്കുന്ന അലവി സഖാഫി കൊളത്തൂരിന്റെ പേര്, അബ്ദുർ റഷീദ് സഖാഫി കുറ്റ്യാടി, നൌഷാദ് സഖാഫി മുണ്ടക്കുറ്റി, ഇങ്ങനെ 8 പൊട്ടന്മാരെ സംഗമിക്കുന്ന വലിയ മുഖാമുഖമാണ് എന്നാണ്. ഈജിപ്തിലെ സമുന്നത പണ്ഡിതനായിരുന്ന ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് എഴുതിയ കത്തുകൾ എത്ര മാതൃകാപരമാണെന്ന് നോക്കൂ. പൂർവകാല പണ്ഡിതരുടെയും ഫുഖഹാക്കളുടെയും മഹനീയ മാതൃക മനസ്സിലാക്കാൻ അതിന്റെ ചില ഭാഗങ്ങൾ ഇതാ. അങ്ങേക്ക് രക്ഷയുണ്ടാകട്ടെ. പങ്കാളികളില്ലാത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. നാം ഇരുവരെയും അവൻ രക്ഷിക്കട്ടെ. ഇഹത്തിലും പരത്തിലും അവൻ മോക്ഷം നൽകട്ടെ. സുഖവിവരങ്ങളടങ്ങിയ താങ്കളുടെ കത്ത് കിട്ടി. അള്ളാഹു താങ്കളെ എന്നും അങ്ങനെ തന്നെ നിലനിർത്തട്ടെ. തന്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ താങ്കളെ രക്ഷിക്കുമാറാകട്ടെ. താങ്കളുടെ നാട്ടിലെ ജനങ്ങൾ എതിരായിത്തീർന്ന എന്റെ ചില ഫത്വകളെപ്പറ്റി നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. എന്റെ ഫത്വകളെപ്പറ്റി സ്വയം സമ്പൂർണത നടിക്കുന്നതിൽ നാം ഭയപ്പെടുന്നു. എല്ലാവരും മദീനക്കാരുടെ അനുഭാവികളാണ്. നബിയുടെ ഹിജ്റയും
ഖുർആൻ അവതരണവും കൊണ്ട് അനുഗ്രഹീതമാണല്ലോ അവിടം. താങ്കൾ എഴുതിയത് സത്യവും വ്യക്തവുമാണ്. ഇൻഷാ അല്ലാഹ് താങ്കൾ ഉദ്ദേശിച്ചതുപോലെ താങ്കളുടെ എഴുത്ത് എന്നെ സ്വാധീനിച്ചു. ഇമാം മാലിക്കുമായുള്ള അഭിപ്രായാന്തരങ്ങൾക്ക് കുറെ ഉദാഹരണങ്ങൾ നൽകിയതിനു ശേഷം അദ്ദേഹം അവസാനമായി എഴുതുന്നു, ഇതുപോലെ എനിക്ക് പലതും പറയാനുണ്ട്. അല്ലാഹു താങ്കൾക്ക് ഗുണവും നന്മയും പ്രദാനം ചെയ്യട്ടെ, ദീർഘായുസ് നൽകട്ടെ. അതിലാണ് ജനങ്ങൾക്ക് നന്മയുള്ളത്. താങ്കളുടെ വിരഹം ജനങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തിയേക്കും. പരസ്പരം ദൂരവ്യത്യാസമുള്ളതോടുകൂടി തന്നെ താങ്കളുടെ ഉന്നത പദവിയെപ്പറ്റി നാം മനസ്സിലാക്കുന്നു. താങ്കളെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായവും സ്ഥാനാദരങ്ങളും അങ്ങനെയാണ്. താങ്കളുടെയും കുടുംബത്തിൻ്റെയും സ്ഥിതിഗതികളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യവുമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. അല്ലാഹു എന്നെയും താങ്കളെയും സുഖത്തിൽ നിലനിർത്തട്ടെ. അല്ലാഹുവിന് സ്തുതി. അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം കൃതജ്ഞത പ്രകടിപ്പിക്കുവാനുള്ള തൗഫീക്ക് നൽകാൻ ഞാൻ അവനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റായ യൂട്യൂബിൽ തെറി എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടുന്നത് പൂരപ്പാട്ടിനൊപ്പം കേരളത്തിലെ 2 മുസ്ലിം നേതാക്കളുടെ പ്രസംഗങ്ങളാണെന്നത് എത്ര ഖേദകരമാണ്. പൊട്ടന്മാരെ, പൊട്ടന്മാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പൊട്ടപ്പോയത്തക്കാരെ, കാട്ടാളന്മാരെ, പരമവിഡ്ഢികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നുണപറയാണ്. ഉളുപ്പുണ്ടോ? മടവൂരിയോ വൃത്തികെട്ടവന്മാര്. ആസനത്തിൽ മുതലേ മടവൂര് നിൽക്കുക, CP ഊതുക, CP നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക. ആസനത്തിൽ മുതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവും CP ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫൻ ചെയ്ത് കണ്ട് കൊണ്ടേ മറവീതറുള്ളൂ. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. പൊട്ടന്മാരെ. ആരായി? മനുഷ്യത്തമ്മാടി. ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. വലിയ അറിവാളനാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുഹദ്ദിസായി ചമഞ്ഞ് നടക്കുക. ഇയാളൊരു ഖുറാബിയാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇയാളെ കൊല്ലും. മറ്റു മതവിഭാഗങ്ങളോട് പ്രബോധനവേളയിൽ പാലിക്കുന്ന മര്യാദ സമുദായത്തിനകത്തുള്ളവരോട് പാലിക്കേണ്ടതില്ല എന്ന സമീപനം എത്രമാത്രം വലിയ വിരോധാഭാസമാണ്. ചോദ്യത്തിന് തന്നെ ഇപ്പൊ ഇങ്ങനെ വേർത്താ ഉത്തരത്തിന് എത്ര വേർക്കേണ്ടി വരും? നമ്മൾ തങ്ങി തുടങ്ങിയിട്ടുള്ളൂ, 2ാം റൗണ്ടേ ആയിട്ടുള്ളൂ. വിയർപ്പിനെ കുറിച്ച് അതിപ്പോ തൊലിക്കട്ടി നല്ലോണ്ടായ വിയർക്കൂല. അള്ളാന്റെ റസൂല് നല്ലോണം വിയർപ്പുള്ള ആളായിരുന്നു. ഇത്രയും വലിയ ഉയരമുള്ള ഒരു മേശ അവിടെ വെച്ചതെന്തിനാ? മൂപ്പര് കുടിക്കണ വെള്ളത്തിന്റെ അളവ് പുറത്തുള്ളവര് കാണാതിരിക്കാനാ. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എനിക്ക് എന്റെ വിയർപ്പിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. എന്റെ വിയർപ്പ് നിങ്ങൾ കാണുന്നിടത്താണെങ്കിൽ നിങ്ങളുടെ വിയർപ്പ് കാണാൻ പറ്റാത്ത സ്ഥലത്താണ്. ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം സമൂഹത്തിലെ അനൈക്യവും ഛിദ്രതയും കലഹവും പരിഹരിക്കാൻ കഴിയൂ. വ്യക്തികളെ സംസ്കരിക്കാതെ മത്സര സ്വഭാവത്തിൽ ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കാനും ശക്തി തെളിയിക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അണികളിൽ കൊള്ളരുതാത്തവരും ദുഷിച്ചവരുമുണ്ടെങ്കിലും പലരും അത് പരിഗണിക്കുന്നേയില്ല. അവരെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നുമില്ല. ഖുറാഫികളെ സംബന്ധിച്ചിടത്തോളം നന്നായി നമുക്കറിയാം. അവർ ഇതുപോലെയുള്ള നാടകങ്ങളും ചാരപ്പണികളും അഭ്യാസങ്ങളും നടത്തി പരിചയമുള്ളതാണ്. ഷെയ്ഖുനയെ സംബന്ധിച്ച് കാന്തപുരത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. കാന്തപുരം എന്തായിരുന്നു ചെയ്തിരുന്നത്? EKAP കളിച്ചിരുന്ന കാലത്ത് പുളിക്കൽ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം നടക്കുമ്പോൾ കാന്തപുരം അദ്ദേഹത്തോടുകൂടെ വലിയൊരു അറബിയെയും കൊണ്ടുവരുന്നു. കാന്തപുരവും അറബിയും സ്റ്റേജിലെത്തി. ഹുസൈൻ ഫൈസിയാണ് സ്റ്റേജിൽ സംസാരിക്കാൻ കൂടെയുള്ളത്.
അങ്ങനെ ഹുസൈൻ ഫൈസി അറബിയെ കണ്ട ഉടനെ തന്നെ ഹുസൈൻ ഫൈസി ഞെട്ടിപ്പോയി. പടച്ചവരെ, കല്ലാമൂൽ അയമൂട്ടിയാണല്ലോ അത്. അയമൂട്ടിയോട് ഹുസൈൻ ഫൈസി ചോദിച്ചു, അല്ല സഹോദര, എന്താണടാ നീ കാണിക്കുന്നത്? അയമൂട്ടി പറഞ്ഞു, എന്നെ ആരാണടാ അറിയ, നീ അല്ലാതെ. ഞാൻ ഇപ്പൊ മുമ്പത്തെ പോലൊന്നല്ല, എന്റെ പല്ലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ ആരും അറിയുകയുമില്ല എന്നും പറഞ്ഞുകൊണ്ട്, അറബിയാണെന്ന് പറഞ്ഞുകൊണ്ട് കല്ലാമൂല അയമൂട്ടിയെ ചട്ടം കെട്ടിച്ച ശൈഖുന കാന്തപുരത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ചാരപ്പണികളും അതുപോലെ ആൾമാറാട്ട കളികളും നടത്തുന്നതിൽ ഇവർക്ക് യാതൊരു പ്രയാസവുമില്ല. മാത്രമല്ല, മാവൂർ SSFന്റെ സമ്മേളനത്തിലും കല്ലാമൂല അയമൂട്ടി തന്നെ ആയിരുന്നു അറബി ഷെയ്ഖ്. സിറാജ് പത്രത്തിൽ അതിന്റെ ഫോട്ടോ വന്നതാ. ഇയാദി കളി കളിക്കുന്ന ആളുകള് ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യുമെന്നതിൽ ആർക്കും തന്നെ സംശയിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. വഞ്ചനയുടെ കൂടാരം മാത്രമാണ് കാന്തപുരത്തിന്റെ കേന്ദ്രമെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് കാണാം, തട്ടിപ്പ് വീരന്മാരുടെ വികൃതമായ മുഖം ഞങ്ങൾ ഇവിടെ തെളിയിക്കും. കളവ് നടത്തുന്നവരാരാണ്, തട്ടിപ്പിന്റെ വീരന്മാരാരാണ് ഞങ്ങൾ തെളിയിക്കും. തക്ബീർ വിളിക്കാൻ തയ്യാറായിരുന്നോ കുട്ടികളെ എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഏറ്റവും വലിയ കള്ളക്കടത്തുകാരും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദികളും ഏറ്റവും വലിയ കിങ്കരന്മാരുമാണ് ഈ നേതൃത്വത്തിലിരിക്കുന്ന പല ആളുകളും. കള്ളക്കടത്തുകാരുണ്ട്, മാഫിയ സംഘങ്ങളുണ്ട്. സാധാരണക്കാരൻ അറിയുന്നില്ല. അവരെ ബോധ്യപ്പെടുത്തണം ഇവരുടെ തനിനിറം. അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ബാധ്യതയായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഇവർ വലിയ വലിയ ആൾക്കാരായിട്ടാണ് സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. തട്ടിപ്പുകൾ നടത്തുന്നവർ, കള്ളക്കടത്ത് നടത്തുന്നവർ, ഇവരാണ് ഇതിന്റെ നേതൃത്വം. ബഹുഭൂരിപക്ഷ സമൂഹത്തിൽ ഇത് മോശമായ അഭിപ്രായം സൃഷ്ടിക്കാനല്ലാതെ ഒരു ഗുണവും ചെയ്യില്ല. ഈ പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന സംവാദങ്ങള് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഇത്തരം സംവാദങ്ങൾ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമുക്ക് പൊതുസമൂഹങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, അത് മറ്റു മതസ്ഥക്കാരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കേൾപ്പിക്കേണ്ട രീതിയിലല്ല ഇത് വരുന്നത്. പേരോട് ഇതുവരെയും 25 വർഷമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ ഞാൻ ഇതുവരെയും എവിടെയും പിടിയിലായിട്ടില്ല. രണ്ട് മൗലവിമാര് പിടിയിലായി എന്ന് പറഞ്ഞതുകൊണ്ട് പിടിയിലാവില്ല. പിടിയിലായ ഞാൻ 1-2 റിപ്പോർട്ട് വായിക്കാം. മൗലവിമാര് പിടിയിലായത്: 1 ബലാത്സംഗ ശ്രമം, മഞ്ചേരി 5ാം തരം വിദ്യാർത്ഥിനിയെ പള്ളിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതിന് പെരകമണ്ണ GMUP സ്കൂൾ അറബിക് അധ്യാപകൻ പള്ളിപ്പറമ്പൻ ആലിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിൽ വെക്കാൻ നിലമ്പൂർ 2ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉത്തരവായി 1982 ഡിസംബർ 16 മനോരമ. ഈ രൂപത്തിൽ പിടിയിലായത് ആരൊക്കെയാണ് എന്നത് ഞങ്ങൾക്ക് വേറെ പറയാനുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി മലയാളത്തിൽ അച്ചടിച്ചു വന്ന മാസികകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ കുടുങ്ങിയത് പേരോടല്ല, പേരോടിനെക്കാളും വലിയ ആളാണ്. ഒരുപക്ഷേ അത് വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ സഹയാത്രികരായ ഈക്കാരിറക്കിയ പത്രമാണ് കേരളനാട് കൂട്ടായ്മ. ഷാർജ സംഭവം നേതാവിന്റെ ദറജ ഉയരുന്നു എന്ന ടൈറ്റിലിൽ കേരളനാട് കൂട്ടായ്മയിൽ ലക്കം 30 2003 ഫെബ്രുവരിയിൽ വലിയ ശൈഖുനയെ പിടികൂടിയ കഥ ഞങ്ങളുടെ കയ്യിൽ. പേരോടെ നിങ്ങൾക്ക് മറുപടി പറയാൻ വരുന്നതിന് മുമ്പ് കൊണ്ട് ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളോടൊപ്പം നിങ്ങളുടെ മർക്കസിൽ പഠിച്ച് പുറത്തിറങ്ങിയ കാമിൽ സഖാഫി, ആ കാമിൽ സഖാഫി പിടികൂടിയ കഥ 1996 ജൂലൈ മാസം 16-ാം തീയതി പുറത്തിറങ്ങിയ ചന്ദ്രികയിൽ നിന്ന് ഞങ്ങൾക്ക് വായിക്കാനുണ്ട്. മദ്രസ അടിച്ചു വാരാൻ ചെന്ന ഒരു പെൺകൊടി, ആ പെൺകൊടിയെ ഏതോ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പിടികൂടിയത് ഒരു മുസ്ലിയാരായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ആ മുസ്ലിയാരെ പിടികൂടിയ കഥ 1996 ഒക്ടോബർ 23 ബുധനാഴ്ച പുറത്തിറങ്ങിയ ബഹുമത സമൂഹം നിലനിൽക്കുന്ന ഈ നാട്ടിൽ തെരുവുകളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ എത്ര അപഹാസ്യമാണെന്നതിന് ഒരു സംഭവകഥ മാത്രം കേൾക്കൂ. പണ്ട് എന്റെ നാട്ടിലൊരു തമാശ നടന്ന്, അവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കണം, മുജാഹിദുള്ള പ്രഭാഷണം. അതായത് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഒരു ഹരമാണ്, ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കുക, നെഞ്ചു പിരിച്ച് കാണിക്കുക, മസിൽ പിരിച്ച് കാണിക്കുക, മേച്ച് പിരിച്ച് കാണിക്കുക, അവൻ ഹരാണ്. അങ്ങനെ ഈ നരമ്പ് രോഗമുള്ള ആൾക്കാർ, കുറെ ആൾക്കാർ വന്നു, ബഹളം ഉണ്ടാക്കി. അവസാനം അടിയായി ബഹളായി പോലീസ് വന്നു. പോലീസ് വന്നു കഴിഞ്ഞപ്പോ SIക്ക് അറിയില്ല, SI ഒരു അമുസ്ലിമാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിങ്ങൾ തല്ലുകൂടാൻ കാര്യം? അപ്പൊ 2 കൂട്ടരും നേതാക്കന്മാരൊക്കെ ഉണ്ട്, അടി കൊണ്ടവന്റെ അടിച്ചവന്റെയൊക്കെ നേതാക്കന്മാരൊക്കെ നിൽക്കുന്ന സമയത്താണ് ചോദിച്ചത്, എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്താ ചോദിച്ചു. അപ്പൊ മറ്റൊരു പറയാ, തലപ്പാവുള്ള തലക്കെട്ടെ കെട്ടിയിരിക്കണം വലിയ ഹോജാക്കന്മാര് പറയാണ്, എന്ത് ഇവർ ഞങ്ങളെ മൊയ്തീൻ ശൈഖിനെ ചീത്ത വിളിച്ചു. അപ്പൊ SI പറഞ്ഞു, ആഹാ മൊയ്തീൻ ശൈഖിനെ ചീത്ത വിളിച്ചാ?
എങ്കിൽ അവനെ ഇങ്ങ് വിളിക്കാൻ പറഞ്ഞു. അപ്പം ഇവർക്ക് മനസ്സിലായില്ല, ആർക്ക് ഈ കൗമിന് മനസ്സിലായില്ല എന്താ എസ് ഐ പറയണത്. എടോ മൊയ്തീനൊക്കെ വിളിക്കടാ, അവനോട് ചോദിക്കാം. അപ്പോഴാണ് മുസ്ലിയാക്കന്മാര് പറയണത് അയാൾ മരിച്ചുപോയി, അയാൾ മരിച്ചുപോയി. ആഹാ മരിച്ചുപോയാ. ഞങ്ങൾ പറഞ്ഞു സാറേ ഇതാ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇതാ, മുഹീദ്ദീൻ ശൈഖ് മരിച്ചുപോയിന്നാ ഞങ്ങൾ പറയണത്. അതുകൊണ്ട് അയാൾ വിളിച്ചാൽ കേൾക്കില്ല എന്നാ ഞങ്ങൾ പറയണത്. പക്ഷെ അവര് പറയാം കേക്കും വിളിക്കണത്. കേക്കില്ല എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേജ് കെട്ടിയത്, ബഹളം വെച്ച് അടിച്ച് ഞങ്ങളെ കൂടെ കൊണ്ടുവന്നതും കേക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരില്ല. ഇപ്പൊ അവര് തന്നെ പറഞ്ഞു സമ്മതിച്ച സ്ഥിതിക്ക് നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ അവസാനിച്ചിട്ടുണ്ട്, നമുക്ക് പോകാൻ പറഞ്ഞു. 2005 നാദാപുരം ഖണ്ഡനം തുടങ്ങിയത്. മുജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഹുസൈൻ സലഫിയും സമസ്ത വിഭാഗത്തെ പ്രതിനിധീകരിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അണിനിരന്നു. നീണ്ട 7 വർഷം കഴിഞ്ഞിട്ടും ഖണ്ഡനം തുടരുകയാണ്. 2011 ഇത് 10ാം ഖണ്ഡനത്തിൽ എത്തി നിൽക്കുന്നു. എതിരാളികളെയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയിലെ മറ്റുള്ളവരെയും ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് വ്യക്തിഹത്യ നടത്തുന്ന നൂതന ശൈലിക്ക് തുടക്കമിട്ടത് ഈ ഖണ്ഡനത്തിലൂടെയായിരുന്നു. ഇത് പിന്നീട് കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തെ ഒന്നടങ്കം മലീമസമാക്കിക്കൊണ്ട് ഇരു സംഘടനകളിലെയും മറ്റു പ്രഭാഷകർ ഏറ്റെടുത്തു. 2005 2011 ഇടയിൽ 400-ൽ പരം മുഖാമുഖങ്ങൾ സുന്നി മുജാഹിദ് സംഘടനകൾ നടത്തി. ഇത് സമുദായത്തിലുണ്ടാക്കിയ അനൈക്യത്തിനു പുറമെ അമുസ്ലിങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ചുണ്ടാക്കിയ തെറ്റിദ്ധാരണ ചെറുതല്ലെന്ന് ഓർക്കുക. കേരളത്തിൽ ആദ്യമായി പള്ളി പോയ പെണ്ണാണ്. ഫോട്ടോ ഇത് മുജാഹിദിന്റെ പൂടാവ വനിതാ മാസിക. ഇതില് ആരാണത്? ഈ പാദധന്യം കേട്ടോളെ, വെള്ളാറമ്പാറ ഖദീജക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ഒന്ന് ഖദീജക്കുട്ടി, പിന്നെ PK ആമിന. 2 ആളാ ആദ്യമായിട്ട് സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന ഇവിടെ ആദ്യമായിട്ട് പള്ളിയിൽ പോയ 2 പെണ്ണുങ്ങൾ. ഒന്ന് ഖദീജക്കുട്ടി, ഒന്ന് ആമിനി. എന്നാ ഖദീജക്കുട്ടി എന്താ പോവാൻ കാരണം ഇതിൽ പറയുന്നുണ്ട് കേട്ടോളെ. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. എങ്ങനെ? ഖദീജക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? ഖദീജക്കുട്ടി വീട്ടിലിരിക്കുന്ന ഖദീജക്കുട്ടി എങ്ങനെയാ പള്ളിയിലെത്തിയത് എന്നുള്ളത് നിങ്ങളെ പുടവേൽ നിങ്ങൾ എഴുതിയതാ, ഞങ്ങളറിയത് എങ്ങനെയാ എത്തിയത് കേട്ടോളി. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ KNM സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയെ അവർ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു. നമ്മളെ മുജാഹിദ് ബോസ് പറഞ്ഞല്ലോ, കച്ചം പഠിക്കലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞില്ലേ, അയാൾ ഇടക്കിടക്ക് വരുമ്പോഴും ആരടുത്ത്? ഖദീജക്കുട്ടിന്റെ അടുത്ത്. എന്നിട്ടോ പേരെടുത്ത് പറഞ്ഞു. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു. ഖദീജക്കുട്ടിയോട് കുശലാന്വേഷണം. ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയെ ഇങ്ങനെ കുശലാന്വേഷണം നടത്തിയിട്ട് ഖദീജക്കുട്ടി പറയാ, ഖദീജക്കുട്ടിയോടൊപ്പം ആദ്യഘട്ടത്തിൽ പള്ളിയിൽ പോയിരുന്നവരിൽ ജീവിച്ചിരിക്കുന്ന ഏക സ്ത്രീ ഉദായിലെ PK ആമിനയാണ്. അവർ പല സ്ത്രീകളെയും ഇക്കാര്യത്തിൽ ബോധവൽക്കരണം ദത്തശ്രദ്ധരായിരുന്നു. ഞാൻ ഇവിടെ വായിച്ചിരുന്നു 1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ലാണ്. മൂപ്പർക്ക് അതിന് മറുപടി പറയാൻ കഴിയണില്ല. അപ്പൊ മൂപ്പര് ഉരുണ്ടിട്ട് കിട്ടിയ ഒരു പുടവ കിട്ടിയിട്ട് മൂപ്പര് കാണിക്കാണ് ആദ്യമായി കേരളത്തിൽ പോയത് വെള്ളാരൻപാറ ഖദീജക്കുട്ടി ആമിനത്താത്തിയാണെന്ന്. ഈ പ്രായമുള്ള 2 കിഴവികളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് ഒരു ഇളി ഇളിച്ചിട്ട് പറയാണ്, AP അബ്ദുൽ ഖാദർ മൗലവി കുശലാന്വേഷണത്തിൽ പോകാറുണ്ടായിരുന്നു. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു ഇളി. ആ ഇളിയാ മൂപ്പര് ഇളിച്ച്. ഇത്ര പ്രായമായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ സന്ദർശിക്കാൻ വേണ്ടി AP അബ്ദുൽ ഖാദർ മൗലവി പോയതിനെ എന്തിനോടാ മൂപ്പര് ഉപമിച്ചത്? എത്ര വൃത്തികെട്ട മനസ്സാണ് ഈ മനുഷ്യൻ്റെത്. ഇയാൾക്കില്ലേ ഉമ്മയും പെങ്ങന്മാരും? ഇയാൾക്കില്ലേ അമ്മായിമാർ? എന്നിട്ട് കിതാബ് ഓതുമ്പോ ഇയാളൊക്കെ ഇപ്പൊ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? സുഹൃത്തുക്കളെ, കിതാബിലൊക്കെ ചരിത്രത്തിൽ എത്ര പ്രായമായ സ്വഹാബ സ്ത്രീകളെ സ്വഹാബാക്കൾ സന്ദർശിക്കാറുണ്ട് രോഗത്തിനും മറ്റുമായി.
ചരിത്രത്തിലില്ലേ ഷാഫി ഇമാം നഫീസത്ത് ബീവിനെ ഇടയ്ക്കിടെ സന്ദർശിക്കാൻ പോകാറുണ്ട്, റാബിയത്തുൽ അദവിയയെ ആണുങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട്, സുഫിയാനെ പോലെയുള്ള ആലിമീങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട് ചരിത്രത്തിലില്ലേ. ഇതൊക്കെ പേരോട് വായിക്കുമ്പോ സുഫിയാൻ സൗരിയെ സംബന്ധിച്ചും ഷാഫി ഇമാമിനെ സംബന്ധിച്ചൊക്കെ പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിവ് വായിക്കാതെ മൂപ്പർക്ക് ബാധ്യത ഉള്ളത് കൊണ്ട് പ്രസംഗിക്കാണ് പോലും. ആരോട് ആചാരം വാങ്ങിയത്? റസൂലുള്ളാഹിനെ കാളയാക്കാൻ ഏത് നിരീശ്വരവാദിയോടാണ് ആചാരം വാങ്ങിയത്? അല്ലാഹുവിന്റെ റസൂലിനെ കാളയാണെന്ന് പറയാ. എന്നിട്ട് ഇയാള് നിങ്ങൾക്ക് മലയാളം അറബിയിൽ അറിയാതുള്ളൂ. തുടക്കത്തിൽ ഇങ്ങനെ സംവാദമായി ഇവിടെ ഒരു വിഭാഗം വന്നപ്പോൾ ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വമാണ് അതിനെ നേരിട്ടത്. കാരണം ഒരു പുതുമ, ഒരു ക്ലിപ്പ് സംസ്കാരം യഥാർത്ഥത്തിൽ ആരംഭിക്കുകയായിരുന്നു. നല്ല രസം തോന്നി പലർക്കും. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ആളുകളൊക്കെ പങ്കെടുത്തു. അതോടുകൂടി മറുപക്ഷവും സർവസന്നാഹങ്ങളുമായി ഇറങ്ങി പുറപ്പെട്ടതോടെ നാദാപുരം സംവാദങ്ങളുടെ ഭൂമികയായി മാറുകയായിരുന്നു. മതസംഘടന നടത്തുന്ന സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ 4-5 വാഹനങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളെ മുഴുവൻ വലിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് എന്തോ മഹാസംഭവം നടക്കുന്ന പോലത്തെ സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചെടുത്തു. എന്നാൽ ആരോഗ്യകരമായ ഒരു ചർച്ചയും ഇത്തരം സംവാദങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. SSLC തോറ്റു എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞു പറ്റിച്ച പടുജാഹില് നിങ്ങളോട് ഈ വർത്താനം പറഞ്ഞില്ലേ? പേരോടെ അത് പറഞ്ഞില്ലേ? അയാൾ നിങ്ങളോട് ഇത് പറഞ്ഞപ്പോ അയാൾ നിങ്ങളോട് ഇതും പറയേണ്ടതായിരുന്നു. അയാളെ ബാപ്പ അവസാനം മുജാഹിദ് പള്ളിയിൽ ജുമാക്കൊക്കെ പോയിരുന്നു. അങ്ങനെ മുജാഹിദ് പള്ളിയിലെ ജുമാക്ക് പങ്കെടുത്തിരുന്നില്ലേ? അങ്ങനെയാണ് വഫാത്തായി പോയത് എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ? അന്ത്രു പറഞ്ഞു തന്നിരുന്നില്ലേ? പക്ഷെ നാക്കുപ്പഴവ് പിടിക്കുന്ന ആളാ ശൈഖുന പേരോട്ട് അന്ത്രു. ആ കേൾക്കുന്ന ആളുകളൊക്കെ വിശ്വസിച്ചു നമ്മളെ അന്ത്രു കള്ളത്തരം പറയലല്ലേ അന്ത്രുവിന്റെ പണി. ആ വഞ്ചനയിൽ അന്ത്രു കുടുങ്ങിയില്ലേ? അത് അപ്പടി കേട്ടിട്ട് ഈ സ്റ്റേജിൽ വെച്ച് ഛർദി വിചാരിച്ച് ആ പൂരി അവിടെ മനസ്സിലിരുന്നോട്ടെ. അന്ത്രു പ്രത്യേകമായി വെച്ചോളൂ, കമ്മീഷനെ വെച്ചോളൂ, വെച്ചിട്ട് ഈ അന്ത്രുവിന്റെ തൊലി പൊളിച്ചോളൂ. തങ്ങളുടെ മതത്തിൽ പിളർപ്പുണ്ടാക്കുകയും വിവിധ കക്ഷികളായി പിരിയുകയും ചെയ്തവരുമായി നിനക്കൊരു ബന്ധവുമില്ല. തീർച്ച അവരുടെ കാര്യം അല്ലാഹുവിങ്കലാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി പിന്നീട് അവൻ അവരെ അറിയിക്കും. പ്രവാചകന്മാർ തങ്ങളുടെ സമൂഹവുമായി നടത്തിയ സംവാദം ലോലവും സരളവും ഏറ്റവും നേർത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതുമായിരുന്നുവെന്ന് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നു. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹവുമായി നടത്തിയ സംവാദം മാത്രം ഉദ്ധരിക്കാം. നാം നൂഹിനെ അദ്ദേഹത്തിന്റെ ജനത്തിലേക്ക് നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. എന്തെന്നാൽ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ വേദനയേറിയ ദൈവിക ശിക്ഷ ഒരു നാൾ നിങ്ങളിൽ പതിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സന്ദേശം വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ജനനായകന്മാർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ദൃഷ്ടിയിൽ നീ ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാനും മുഹമ്മദ് ബിൻ ഹസനുമായി വിജ്ഞാന വാഗ്വാദത്തിൽ നിരതരായി. പ്രശ്നം ഒരു ഭിന്നിപ്പിലെത്തി. അദ്ദേഹത്തിന്റെ ഞരമ്പുകളറ്റ് ഒഴുകുകയും കോപത്താൽ ബട്ടൺ പൊട്ടുമെന്നും ഭയപ്പെടുന്ന അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുയെ സംബന്ധിച്ച് ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കൂ. ആരുടെയെങ്കിലും അഭിപ്രായ ഭിന്നതകൾ നമ്മുടെ പക്കൽ ശരിയായി സ്ഥാപിതമാകുന്നുവെങ്കിൽ ഇമാം ഷാഫിയുടേതാണത്. എന്തുകൊണ്ടാണെന്നോ അദ്ദേഹത്തിന്റെ സുന്ദരമായ വിശദീകരണവും സൂക്ഷ്മമായ ശ്രദ്ധയും പൂർണ്ണമായും അടിയുറച്ച ചോദ്യോത്തരവും തന്നെ കാരണം. ഈ വൈജ്ഞാനികവും മതപരവുമായ വിഷയങ്ങളിൽ സംവാദം നടത്തുന്ന ചില ആളുകളെ കണ്ടാൽ അവർ സംവാദമല്ല, യുദ്ധമാണ് നടത്തുന്നത് എന്ന് തോന്നിപ്പോകും. മഷിയിറങ്ങുന്ന പേനയല്ല, ചോരയൊലിക്കുന്ന വാളാണ് അവരുടെ കയ്യിൽ. യഥാർത്ഥത്തിൽ ചൂടേറിയ വൈകാരിക അന്തരീക്ഷത്തെ അതിജയിക്കുന്ന ശാന്തമായ ഒരു വൈജ്ഞാനിക അന്തരീക്ഷമാണ് സംവാദത്തിന് വേണ്ടത്. ഇരുഭാഗത്തു നിന്നുമുള്ള വാദങ്ങൾ തകർപ്പൻ കൊടുങ്കാറ്റാകുന്നതിനു പകരം നവോന്മേഷം നൽകുന്ന മന്ദമാരുതനാകട്ടെ. പരുഷമായ പദപ്രയോഗങ്ങൾ കൊണ്ട് കാര്യമില്ല.
വികാരത്തെ വ്രണപ്പെടുത്താൻ മാത്രമേ അതുപകരിക്കൂ. ഇസ്ലാമിക പ്രവർത്തകർ സന്തോഷിപ്പിക്കുന്നതിനു പകരം വെറുപ്പിക്കുകയും യോജിക്കുന്നതിനു പകരം ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന പ്രയോഗങ്ങൾ തിരഞ്ഞെടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എളുപ്പമാക്കുക, പ്രയാസമാക്കരുത്, സന്തോഷിപ്പിക്കുക, വെറുപ്പിക്കരുത്. ഇങ്ങനെ ഒരു മനുഷ്യൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു, തജിദൂന സർറന്നാസ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും നാശം പിടിച്ചവരായി നിങ്ങൾ എത്തിക്കും. ആരെ? ദൽ വജ്ഹൈനി, ഇരുമുഖക്കാരൻ. ഇന്നലെ ഞാൻ രണ്ട് മുഖം കാണിച്ചതില്ലേ? തട്ടയിട്ട മുഖവും തട്ടയിടാത്ത മുഖവും, തൊപ്പിയിട്ട മുഖവും തൊപ്പിയിടാത്ത മുഖവും. ദൽ വജ്ഹൈനി. അവിടെ പോയിട്ട് ഒന്ന് പറയാം. നാദാപുരത്തുള്ള 80% ആളുകൾക്കും ഈ പരിപാടിയോട് യോജിപ്പില്ല എന്ന് മാത്രമല്ല, പലരും പരിപാടിയിൽ പങ്കെടുക്കാറില്ല. ഇത് എവിടെ നിന്നോ വരുന്ന ഒരാൾക്കൂട്ടം നാദാപുരത്തെ ഇത്തരം ഒരു ഭൂമികയായി മാറ്റുകയും അത് വൻ പ്രചരണത്തോടെ നാദാപുരം സംവാദം എന്ന പേര് കൊടുത്ത് വിദേശത്തും ഗൾഫിൽ വിശേഷിച്ചും അന്യനാടുകളിലൊക്കെ പ്രചരിപ്പിച്ച് ഇതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുകയാണ് പതിവ്. യഥാർത്ഥത്തിൽ നാദാപുരത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാതെ, അല്ലെങ്കിൽ ബോധമുണ്ടായിട്ട് തന്നെ അതേക്കുറിച്ച് ആ ഭാഗത്തേക്ക് കണ്ണ് അടച്ചുകൊണ്ട് ഇത്തരം അതര വ്യായാമങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല എന്നുള്ളതാണ് സത്യം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൂപ്പര് ഇവിടുന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ ചിത്രസഹിതം ഞാൻ കാണിക്കൂ, ചിത്രസഹിതം കാണിക്കൂ. എന്റെ ശബ്ദത്തിൽ മൂപ്പര് ഉണ്ടാക്കിയതാന്ന് പറയും. അതിനാ മൂപ്പരെ ചിത്രസഹിതം ഞാൻ ഇവിടെ കാണിക്കും. ആയസിന്റെ നിങ്ങളെ ചിത്രസഹിതം ഇവിടെ കാണിക്കും. മൂപ്പര് ആദ്യം തന്നെ ആദ്യത്തെ വരവിൽ പറയുന്ന സംഗതികളാ, നിങ്ങളെ ചിത്രസഹിതം ഞാൻ കാണിക്കൂ. ഞാൻ പറയട്ടെ, ഇത് ഹലാലാ? ഇതിന് മാപ്പൊന്നും പറയണ്ട. അതിന് സ്ഥലം അനുവദിച്ചു കൊടുത്താൽ ആ സ്ഥലം അനുവദിച്ചു കൊടുത്തവൻ പൊരുത്തപ്പെടിക്കണ്ട. എന്നെ ജിന്നാക്കിയിട്ട് കാണിച്ചില്ലേ മൗലവി നിങ്ങൾ ഇവിടെ? നമ്മളൊന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോളി ജിന്നളകണ കോലം. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോർ. അത് എന്നെ കാണിച്ചതല്ലേ? അതിന് സ്ഥലം അനുവദിച്ചു കൊടുത്തവർ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതില്ലേ? ഇനി ഒന്ന് വെക്കണോ? ഇയാൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ? ഇയാളെ വീട്ടിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അയാളെ പെങ്ങന്മാർക്കും കുടുംബക്കാർക്കല്ല അയാൾ ശൈത്താനാകുന്നതും കാണിച്ചു കൊടുത്തു. എന്നെ ജിന്നാക്കിയിട്ട് നാദാപുരത്ത് കാണിച്ചാ പിന്നെ അതിന് പകരം ചെയ്യണ്ടേ? അല്ല ഇതിനുമില്ല ഇനി ഇതല്ലേ മൗലവിക്ക് ശൈത്താനുള്ളത്. ആ നോക്കട്ടെ. ഇനി ഈ ശൈത്താനുള്ള സമയത്ത് അയാളെ വായന കേട്ടോട്ടെ. ഇയാളെന്താ ചെയ്തത്? ഒരു മിന്ന് ബി ആയി പോയതിന് ഇയാളും കുഞ്ഞാടുകളും കൂടി ആഘോഷിച്ചില്ലേ? എന്നാ പിന്നെ ഇയാളത് കൊണ്ട് ഞമ്മക്കൊന്ന് ആഘോഷിക്കളയാം. ക്ലിപ്പ് വരട്ടെ, CD ഒക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഈ ആശയ പ്രചരണത്തിൽ എന്തിനാണ് ഈ ഒരു വിദ്വേഷം? എന്തിനാണ് ഇത് വ്യക്തിപരമാക്കി മാറ്റുന്നത്? ഇതെന്തിനാണ് പിന്നെ ഈ അനൈക്യം ഉണ്ടാക്കുന്ന തക്ക രീതിയിലേക്ക്? ഒരു സംവാദത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. സംവാദം പിന്നെ ചർച്ചയൊക്കെ അനിവാര്യമാണ്. പക്ഷെ അത് ആരോഗ്യകരമായി മാറണം. നാദാപുരത്തെ സംവാദം പലപ്പോഴും അനാരോഗ്യകരമായിട്ടാണ് വരുന്നത്. നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ വരുന്നു ചോദിച്ചാൽ അതൊരു വൈരാഗ്യ രീതിയിലും പരസ്പര വിദ്വേഷവും നാട്ടിലൊരു തരത്തിലുള്ള അരാജകത്വം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കത്തക്ക രീതിയിലേക്ക് അത് മാറിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നടക്കുന്ന സംവാദങ്ങൾ ആരോഗ്യപരമല്ല. മൂപ്പരോട് എനിക്ക് പറയാനുള്ളത്, ഈ പെരുങ്കള്ളനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെക്കണം. ഇവിടെ നാദാപുരത്തുകാർ പഠിച്ചു വെക്കണം. ഈ മുനാഫിക്കിന്റെ മനസ്സുകൾ വായിക്കണം. വഞ്ചകൻ ഇവിടെ വെച്ച് മൂപ്പരടക്കം ഇവിടെ വന്ന അന്ത്രു അടക്കം പ്രസംഗിച്ചു. എല്ലാവരും പറഞ്ഞു എന്ത് കയ്യമുത്തലൊക്കെ വലിയ പുണ്യ, ഞാനൊരു മഹാനാണ്, മഹാന്മാരുടെ കയ്യമുത്തന് കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടണ്ടെന്ന് എന്നോട്. മഹാന്മാരുടെ കൈ ആളുകൾ മുത്തുന്നത് കണ്ടിട്ട് അത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാനൊരു മഹാനവറുകളാണ്. പക്ഷെ ഇത്രയൊക്കെ പോരിശയാക്കപ്പെട്ട ഈ കയ്യ് മുത്തല് ഇത്ര വലിയ ആദരവായിട്ട് പറയുന്ന ഷെയ്ഖുനെയും കുട്ടികളും ഒക്കെ
എന്തേ അറബികളെ കണ്ടപ്പോ കൈ വലിച്ച്? മനസ്സിലാക്കണങ്ങള്. ഒരു പാവപ്പെട്ട ഒരു സഖാഫി ഏതാണാവേ, നീ അത് വലിയൊരു പ്രശ്നമാക്കണ്ട. അടുത്തിൽ അയാൾ സഖാഫിയാന്ന് തെളിയിക്കാൻ പറ്റുമോന്നൊന്നും എന്നോട് ചോദിക്കണ്ട. ഒരു മോലിയരുട്ടി അല്ലെ ഒരു മോലിയര്, ആ മോലിയര് ശൈഖുനെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോ കൈ പിടിച്ച് മുത്താൻ വേണ്ടി ആദരവോടെ ചെന്നതാ. അപ്പൊ നമ്മളെ ശൈഖുനെ എന്താ ഇരുന്നറിയോ? ദേഷ്യം പിടിച്ച് കയ്യൊരു വലി. ഈ പാവം സാധു അണ്ടി പോയ അണ്ണാന്റെ മാതിരി ഇങ്ങനെ നിൽക്കുക. അയാളെ കയ്യുമ്പോ തന്നെ മുത്തി. അവസാനം ശൈഖുനിന്റെ കൈ പോയി, വലിച്ചു. അപ്പൊ എന്താ സംഭവം എന്നറിയോ? സംഭവം എന്താ? നേരെ ബാക്കിൽ വട്ടുള്ള അറബിണ്ട്, തലയിൽ വെട്ട് വെച്ചിട്ടുള്ള അറബിണ്ട്. അയാളൊരു നോട്ടം, എന്നിട്ട് അയാളെയും കൂട്ടിയിട്ട് സ്റ്റേജിൽ പോവുക. എന്നിട്ട് പിന്നെന്താ പണി തരും? അതേ അവസരത്തിൽ ഇയാൾ മറ്റുള്ളവർക്ക് എന്താ പണി? മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇയാൾ പിരിക്കണ നേരത്തിന് ഇരുന്ന് കൊടുക്കല, കൈ എങ്ങനെ വെച്ചു കൊടുക്കല. അപ്പൊ അങ്ങനെ മുത്തുന്നു മുത്തുന്നു മുത്തുന്നു, അങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്ന ആള് ഇങ്ങോട്ടൊരു പാവം മോലിയൊരു മുത്താൻ വേണ്ടിയിട്ട് ഈ ഷറഫാക്കപ്പെട്ടുപോയ ഈ ഷറഫില്ലാത്ത കയ്യിനെ പിടിക്കാൻ വന്നപ്പോ ഇയാൾ അങ്ങ് കുടഞ്ഞു പോയില്ലേ? ഇതാരെ പറ്റിക്കാനാ പേരോടെ? മറുപടി പറയണം. ഞങ്ങൾ തെളിവ് സഹിതാ പറയണത്. കണ്ടോ സ്ക്രീനിൽ നിങ്ങളെ ശൈഖുന കൈ വലിക്കുന്നത്? എന്ത് എത്ര പുണ്യമുള്ള കാര്യം! കൈ വലിച്ചത് അറബിനെ കണ്ടപ്പോ. കണ്ടോളൂ സുഹൃത്തുക്കളെ. ശ്രദ്ധിച്ചോളൂ, ശരിക്ക് ശ്രദ്ധിച്ചോ. കൈയടിക്കെ ശരിക്കൊന്നും ചെയ്യണ്ട, ശരിക്ക് ശ്രദ്ധിച്ചോ. നിങ്ങൾ കാണിച്ച അബദ്ധങ്ങളുടെ മാലപ്പടക്കം ഇവിടെ പൊട്ടാൻ പോവുകയാണ് കേട്ടോ. അള്ളാഹുവിന്റെ ഖുർആനിൽ നിങ്ങൾ കാണിച്ച കൃത്രിമം വെളിച്ചത്ത് കൊണ്ടുവരാൻ പോകുന്നു. തോലി ഉരിക്കാൻ പോവുകയാണ് പേരോടിനെ. ശ്രദ്ധിച്ചു കണ്ടോളണം. പരസ്ത്രീകളുടെ കൂടെയുള്ള ഫോട്ടോകളൊന്ന് കാണണം നിങ്ങൾ. ആദ്യം പ്രസിഡന്റ് മുതൽക്ക് തുടങ്ങാം. ഉള്ളാട് സയ്യിദ് കുഞ്ഞിക്കോ. അടുത്തത് കാന്തപുരം അന്യസ്ത്രീയുടെ കൂടെയുള്ള ഫോട്ടോ. തീർന്നിട്ടില്ല. മുഷാവറ മെമ്പർമാര് ഒന്നാകെ പരസ്ത്രീകളുടെ ഒപ്പം. എന്തേ നിങ്ങൾ ഈ പണി ചെയ്യുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ രൂപത്തിലെല്ലാം ചെയ്യുകയും എന്നിട്ട് പറയുന്നത് ഞങ്ങളിതൊന്നും ചെയ്യൂല, മൂപ്പർക്ക് ഇതിനെപ്പറ്റി ഒന്നും കാണിക്കാല്ല. അപ്പൊ മൂപ്പര് കിട്ടിയേ തന്നെ എന്നുള്ള നിലക്ക് പിന്നെയും മൂപ്പര് അതന്നെ പിന്നെയും കാണിക്കും. കുട്ടികളോടെ ഒന്നും കാണിക്കണം, ഒന്നും വേണ്ടി കേൾപ്പിച്ചു കൊടുക്കേ എന്നിട്ട് എന്റെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിക്കുക. എന്താ ആ അബദ്ധം ആർക്കും സംഭവിക്കൂലേ സുഹൃത്തുക്കളെ? മൂപ്പർക്ക് പറ്റുന്നതല്ല അബദ്ധം. എനിക്ക് കേട്ടോളെ, മൂപ്പര് ഇനി ഞാനൊന്ന് കാണിക്കാൻ പോവാ. എന്താ കാണിക്കുന്നറിയോ? നാലാമത്തെ വന്ന ഹുസൈൻ സലഫി അറബിയുടെ മുന്നിൽ എങ്ങനെയായിരിക്കും ഒരു കോല കാണിക്കാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ കോലവും അതുപോലെ അറബിയുടെ മുന്നിലുള്ള കോലവും ഒരാളെ കാണിക്കുമ്പോൾ ശരിക്കും കോലം കാണിക്കണ്ടേ? കാണിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമാണല്ലോ. അപ്പൊ അയാള് അറബികളുടെ മുന്നിൽ അയാളുടെ കോലം എങ്ങനെയാണ്, ഇവിടുത്തെ കോലം കോലങ്ങൾ തന്നെ കണ്ടുകാണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഇനി മൂപ്പരുടെ കോലം കാണിക്കാൻ. കാരണം എന്താന്ന് ചോദിച്ചാല് ഒരാൾക്ക് ലൂസ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകുക. കോലല്ല ഇങ്ങനെ ഒരു ദിവസം ഒരു കോലം, വേറൊരു ദിവസം വേറൊരു കോലം, മറ്റൊരു സ്ഥലത്ത് വേറൊരു കോലം, അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് വയ്ക്കാനുള്ള തീരുമാനമാകുക. അപ്പൊ അതുകൊണ്ട് ഇനി കാണിക്കാൻ പോകുന്നത് കോലാണ്. ഞാൻ പറയാം, തെരുവുകളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ പലതും ശിക്ഷാർഹമാണ്. ആളുകളുടെ തെറ്റുകൾ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചും പരസ്യപ്പെടുത്തിയും പരിഹസിക്കാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സാധിക്കുക? നാം സംഘടനകൾ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും പരിമിതമായ വൃത്തത്തിലേക്ക് ചുരുങ്ങിപ്പോവുകയും വിശാലത നഷ്ടപ്പെടുകയുമാണ്. നിരുത്തരവാദപരവും നിലവാരമില്ലാത്തതുമായ ഇത്തരം ഏർപ്പാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മതസംഘടനകളും ഇല്ലാതില്ല. അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുപോലും സ്വഹാബാക്കൾ പരസ്പരം കാണിച്ച വിശാല മനസ്കതയും വിട്ടുവീഴ്ചയും നാം ഇവിടെ വിസ്മരിക്കുകയാണ്. ഞാനിവിടുത്തെ നാദാപുരത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. നാദാപുരത്ത് തുടർച്ചയായിട്ട് ഒരു 5-6 വർഷങ്ങളോളമായി നാദാപുരം ടൗണിലും അതുപോലെ തന്നെ ടൗണിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വാഗ്വാദങ്ങൾ,
ഈ വാഗ്വാദങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പൊതുസമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു വിഷയവുമല്ലാത്ത രീതിയിലുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് ഗ്രൂപ്പുകൾ ചേർന്നുള്ള ചർച്ചകൾ, അവരുടെ ഈ തരത്തിലുള്ള പ്രചാരവേലകൾ, ഇത് നമ്മുടെ സമൂഹത്തിൽ ഇനിയും അങ്ങോട്ട് വളർന്നു വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ വന്നു തരാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോളെ. അപ്പോ നവർമലി അന്നവർമലി അതായിപ്പോ വിഷയം കേട്ടില്ലേ? മുഖാമുഖത്തിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ചോദിച്ചു നോർമൽ അബ്നോർമൽ. ഇത് കേട്ടിട്ട് മൂപ്പരിക്ക് അത് പറയാൻ കഴിയണ്ടേ? നഴ്സറിയിലൊന്നും ഞാൻ പഠിപ്പിക്കൂലേ, നിങ്ങൾ പഠിപ്പിക്കൂലല്ലേ, പറ്റൂല ഇത്. അത് കേട്ടിട്ട് പറയുമ്പോ പോലും നവർമല് അന്നവർമല് ഇതാപ്പം നമ്മളെ വിഷയം. അല്ല, ഇവിടുത്തെ സംവാദത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വ്യക്തിഹത്യയായിട്ടാണ് എന്ത് ചെയ്തത് ഇതുവരെ നടന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചെറിയ ഇങ്ങനത്തെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, തമ്മിലുള്ള വ്യക്തിഹത്യ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്നൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. ഒരു ശരിയായ നല്ലൊരു മതപ്രബോധന പ്രഭാഷണമോ അതുപോലെ ആദർശ പ്രസംഗമോ നടക്കുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരെ കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു ഗാനമേള, അങ്ങനത്തെ നല്ല നല്ല ആസ്വാദന രീതിയിലുള്ള പരിപാടികൾക്ക് മാത്രമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കാണാൻ കഴിയുന്നത് എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇത്തരം പ്രവണതകൾ ഒരു സമുദായത്തിനുള്ളിൽ തന്നെ ഭിന്നിപ്പ് കൂടുതൽ ഉണ്ടാക്കുകയും ഭിന്നിപ്പിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഇത്തരം പരിപാടികളെ വളരെ ശക്തമായി എതിർക്കേണ്ട, പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുസമൂഹത്തിൽ തീർച്ചയായും വലിയ ഒരു അപമതിപ്പ് നമ്മളെപ്പറ്റി ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വക്താക്കളായി പലരും ഇറക്കുമതി ചെയ്യപ്പെട്ട് ഇവിടെ പ്രചരണം നടത്തുകയാണ്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ പറയാനോ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത വിധത്തിലുള്ള മറ്റെന്തൊക്കെയോ താല്പര്യങ്ങൾ ഇത്തരം പ്രവർത്തനം ചെയ്യുന്നവരുടെ ഭാഗത്തുണ്ട് എന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്താ അറിയോ? ഇയാൾ പറഞ്ഞ ചീത്തകളാണ്. അപ്പൊ ഫിറൗൻ സഖാഫി ചോദിക്കാണ്, പേരോട് ചോദിച്ച മാതിരി. എന്താ ചോദ്യം? ഖാല ഫിറൗൻ സഖാഫി ചോദിച്ചു, ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. എന്നോടൊന്ന് സമ്മതം ചോദിക്കണതിന് മുമ്പ് നിങ്ങളാണ് പോകുക. ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങളാണ് വിശ്വസിക്കേ ചോദിച്ചില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഫിറൗനിന്റെ ഈ ധിക്കാരൊന്നും കേട്ട് പേടിക്കണ്ട. അപ്പൊ ഫിറൗൻ സഖാഫി അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു. ഇവിടെ ഫിറൗന്റെ വർത്താനം നിങ്ങൾ കേൾക്കണ്ടേ? പിന്നെ ഇനി അടുത്ത കാന്തവസ്ഥാനം പറ്റി. അവര് സുപ്രസിദ്ധരല്ല, കുപ്രസിദ്ധരാ. അവരെ പേരും കൂടി നിങ്ങളെ കൂടത്തിൽ പറഞ്ഞുതരാ. ഇബ്ലീസ്, ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. എന്ത് കോലുണ്ട്. അപ്പോ ഇബ്ലീസ്, ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. നാളെ പ്രസംഗിച്ചാല് നിങ്ങൾ ശരിക്ക് സംസ്കാരമുള്ള ജനങ്ങൾ എന്താണ് സെലഫി, എന്താണ് സെലഫി, എന്താ മുജാഹിദ് എന്നൊക്കെ ഒന്ന് പഠിക്കാൻ തന്നെ ഈ പരിപാടി. മുസ്ലിം സമുദായത്തെ തന്നെ മറ്റ് സമുദായങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന തരത്തിലുള്ള വ്യക്തി ഹത്യകൾ നടത്തുന്നത് വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. ഇതിൽ പഠനാർഹമായ ഒന്നും തന്നെ ഇല്ലെന്നാണ് വേറൊരു വസ്തുത. ഇത് ഈ നാദാപുരത്ത് മുജാഹിദുകളുടെ ആഗോള നേതാവ് ഹുസൈൻ സലഫി വന്ന് പ്രസംഗിച്ചതിന്റെ മറുപടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ പല വാചകങ്ങൾക്കും എന്റെ ഡിക്ഷണറിയിൽ, എന്റെ നിഘണ്ടുവിൽ വാക്കുകൾ ഇല്ല. അതിൽ ഞാൻ ആദ്യമായി പരാജയം സമ്മതിക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞ അശ്ലീലങ്ങൾ, ചീത്തവാക്കുകൾ, അതിന് പകരം പറയാനുള്ള വാക്കുകൾ എന്റെ നാവിൽ ഇല്ല. ഞാൻ ചീത്ത പറയുകയില്ല, ഞാൻ തെറി പറയുകയില്ല, ഞാൻ അനാവശ്യം സംസാരിക്കില്ല. കുറച്ച് തെറികൾ സാമ്പിളിന് വേണ്ടി, ഒരുപാട് തെറികളുണ്ട്. അതിനൊരു സാമ്പിളിന് വേണ്ടി 1-2 കേട്ടോ. എന്താ സാധനം? ആടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റൂ. താടി, അതും മനസ്സിലായില്ലേ? കുന്തത്തിന് ഒരു താടി. എന്തൊരു തെറ്റാല്. എന്താ വർത്താനം?
നല്ല സാലിഹായ വിളിയാ വിളിക്കുന്നേ, തെറിയൊന്നുമല്ല. എന്തൊരു തെറ്റാല് പഠിച്ചവനെ മസീദ് തെറ്റാൽ ഇയാൾ തന്നെ ആയിരിക്കും. ഇയാൾ തന്നെ ആയിരിക്കോ? ആ, ഇത്തരം വൃത്തികെട്ടൊരു സാധനം ഉളുപ്പില്ലേ? ഉളുപ്പില്ലേ? എന്താ ഇങ്ങനെ കെസാബായി പോയത്? എന്താ ഇങ്ങനെ കെസാബായി പോയത്? എന്താ ഇങ്ങനെ കെസാബായി പോയത്? ഇതല്ലേ നമുക്ക് ചോദിക്കാള് അല്ലേ? അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. അതല്ലേ പറഞ്ഞത്? ഞാൻ ചോദിച്ചു, എന്തും വയറ്റിലാക്കിയിട്ടാ വന്നത്? എന്തും വയറ്റിലാക്കിയാ വന്നത് എന്നാ അവസാനത്തെ ചോദ്യം. തിരിഞ്ഞില്ലേ? എന്തും വയറ്റിലാക്കിയാ വന്നത്. ഖുർആനിലെ സംവാദത്തിന് ഒരു സ്വഭാവ രീതിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം പഠിച്ചിടത്തോളം സംവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പര ബഹുമാനം പാലിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ഈ പരിപാടിക്ക് വല്ലപ്പോഴൊക്കെ പങ്കെടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ പങ്കെടുത്തപ്പോൾ എന്തിനായിരുന്നു വന്നത് എന്ന ഒരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇവിടുത്തെ സംവാദങ്ങളും ഈ മതസംഘടന സ്വഭാവമൊക്കെ കാണുമ്പോൾ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ലേണഡ് പീപ്പിൾ ആർ മോർ അൺലേൺഡ് ആൻഡ് അൺലേൺഡ് ആർ മോർ ലേൺഡ് എന്ന്. അത് പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരും. കാരണം നമ്മൾ പഠിച്ചവരിലല്ല, ഒന്നും അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരാണ്, ആളുകളാണ് കുറച്ചും കൂടെ കൾച്ചേർഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. വീടെടുത്തിട്ട് തീർക്കാൻ പറ്റാത്ത അവസര ആളുകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ. പുറത്തുനിന്ന് കേൾക്കുന്ന നാദാവരില്ല, നാദാരത്തിലെ ആൾക്കാർ സ്നേഹിക്കാൻ പറ്റിയ ആൾക്കാരാണ്. പുറത്തുനിന്നുള്ള ഇവിടെ പല ഉദ്യോഗസ്ഥന്മാർ, കൊല്ലം, എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന ഇവിടുത്തെ പല ഓഫീസർമാരും സാധാരണക്കാർ പറയാന്ന് വെച്ചാൽ സ്നേഹമുള്ള ആൾക്കാരാണ്. മൂപ്പരും റസൂലുള്ളാഹിയും തമ്മിലുള്ള ഒരു സാമ്യം എന്താ യോജിപ്പ് എന്നറിയോ? അന്ത്രും അള്ളാഹുവിന്റെ റസൂലും തമ്മിൽ അല്ലേ? നിങ്ങക്ക് ഫിറ്റ് അപ്പുറത്ത് മക്കത്തൊരു അബൂന്ന് തുടങ്ങുന്ന ഒരാളില്ലേ, ഇപ്പുറത്ത് ജഹ്ലൂന്നില്ലേ? അയാളല്ലേ നിങ്ങക്ക് ഫിറ്റ്? മൂപ്പർക്ക് പരിചയമുള്ള കാളനെയാണ്, വേറെ ആരെയും പരിചയമില്ല. ആരെയാണ് മൗലവി നീ ആ കാളാന്ന് പറഞ്ഞത്? പെണ്ണുങ്ങൾ നെഞ്ചത്താണ് കൈവെക്കേണ്ടതെന്ന് മദാഹിബുൽ അർബഈൽ മാത്രമാണോ ഉള്ളത്? ആ മുജാഹിദ് ആശയം നിന്റെ പാഠപുസ്തകത്തിലും ഇല്ലേ? പേരോട് നിന്റെ പുസ്തകത്തിലാണ് പേരോടെ. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള അന്തരം വളരെ പ്രകടമാണ്. ഇത് വയസ്സിന്റെ കാര്യത്തിലുമുണ്ട്. എന്നിട്ടും അവർ പരസ്പരം പുലർത്തിയ ആദരവുകൾ എത്ര മഹനീയമാണെന്ന് നോക്കൂ. ഇമാം ലൈത്ത് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഒരു ദിവസം ഞാൻ മദീനയിൽ ഇമാം മാലിക്കിനെ സന്ദർശിച്ചു. എന്താണ് നിങ്ങൾ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുടച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ ഹനീഫയുമായി ചർച്ച നടത്തി ഞാൻ വിയർത്തു കുളിച്ചു ഈജിപ്തുകാരാ. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ തന്നെ. ഇമാം ലൈത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനുശേഷം ഞാൻ അബൂ ഹനീഫയെ സന്ദർശിച്ചു. ഇമാം മാലിക് താങ്കളെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അബൂ ഹനീഫ പറഞ്ഞു, ശരിയായ മറുപടിയും പൂർണ്ണമായ നിരൂപണവും നടത്തുന്നതിൽ ഇമാം മാലിക്കിന്റെ അത്ര കൂർമ്മബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള സംവാദങ്ങളല്ല ഇവിടെ ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയം ശാശ്വത സമാധാനം. സംവാദം എന്ന് പറയുന്നത് ഈ മതപരമായ വലിയ വിഷയങ്ങൾ, കുറച്ചുകൂടി ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തെരുവിൽ കൊണ്ടുവന്ന് സംവാദം നടത്തുന്ന രീതി ശരിയല്ല. അതിന് പണ്ഡിത സദസ്സുകൾ വിളിച്ചു ചേർത്ത് പരസ്പരം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞ് ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതാണ്. കിബിർ പറയാണ്, അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്നിട്ടാ മൂപ്പര് ഇവിടെ പ്രസംഗിക്കുന്നത്. മൂപ്പര് പറയാണ്, ലോകത്തുള്ള സർവ്വ മുജാഹിദിനേക്കാളും എനിക്ക് വിവരമുണ്ട്. ആർക്ക്? പേരോട് അന്ത്രുവിന്. അന്നലെ പറഞ്ഞു. നാദാപുരം മണ്ഡലത്തില് അധിക കാലമായിട്ട് ഖണ്ഡനമണ്ഡന പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുരിശിതമായ ഒരു മണ്ഡലമാണ് നാദാപുരം മണ്ഡലം. അക്രമ വാസനകളുള്ള ആളുകളാണ് അധികമുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഘടനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ ഇവരെ എത്തിയിട്ടുണ്ട് ഈ ഖണ്ഡന മണ്ഡലങ്ങൾ. അത് മാത്രമല്ല, സംഘടനയിൽ നിരവധി പ്രശ്നങ്ങൾ മഹലുകളിൽ നിൽക്കുമ്പോൾ അതൊന്നും പരിഹരിക്കാതെ ഇതിന് മാത്രം മെനക്കെട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈബത്ത് പറയുന്ന തരത്തിൽ പ്രശ്നങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇസ്ലാം ആദ്യമായി ഉദയം ചെയ്ത കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് കേരള മുസ്ലിം ഐക്യസംഘവും പിറവിയെടുത്തത്. പലയിടങ്ങളിൽ നിന്നായി കുടിയേറി പാർത്തവരായിരുന്നു ഇവിടത്തുകാർ. അയ്യാലിക്കാർ, പാടിയത്തുകാർ, കറുപ്പാടത്തുകാർ, നമ്പൂരി മഠത്തുകാർ, കോട്ടപ്പുറത്തുകാർ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ട കുടുംബങ്ങൾ പരസ്പരമുള്ള വഴക്കും വക്കാണവും അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് നിഷ്പക്ഷ സംഘം എന്ന പേരിൽ 1921 ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഈ നിഷ്പക്ഷ സംഘമാണ് 1922 കേരള മുസ്ലിം ഐക്യസംഘമായും പിന്നീട് 1924 കേരള ജംഇയ്യത്തുൽ ഉലമ അഥവാ KJU എന്ന പണ്ഡിത സംഘടന ഉണ്ടാക്കിയതും. KJU ആണ് 1950 കേരള നദ്വത്തുൽ മുജാഹിദീന് അഥവാ KNM-ന് രൂപം നൽകിയത്. KNM എന്ന സംഘടനയുടെ ഉദ്ഭവ ചരിത്രം തന്നെ മുസ്ലിം ഐക്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിയമാവലിയിൽ ഇങ്ങനെ കാണാം: മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ സംഗതികൾ സമാധാനപരമായും ശറഇനും നിയമത്തിനും അധീനമായും നടപ്പിൽ വരുത്തുക എന്നുള്ളതാകുന്നു ഈ സഭയുടെ ഉദ്ദേശ്യങ്ങൾ. സുന്നി മുജാഹിദ് പ്രശ്നത്തിലും ലീഗ് രണ്ടായി പിളർന്ന അവസരത്തിലൊക്കെ അവരെ യോജിപ്പിക്കാൻ വേണ്ടിയും രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയൊക്കെ ധാരാളം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതും ഫലപ്രദമായിട്ടില്ല. അങ്ങനെ ഒരു ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് പക്ഷത്തിനും പിന്നെ ജീവിതമാർഗം മുട്ടി. രണ്ട് പക്ഷത്തുള്ള പണ്ഡിതന്മാരും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച്. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരവസ്ഥ വരാത്ത കാലത്തോളം ഇതൊന്നും വിജയിക്കില്ല. പൊതുവിപത്തുകളെ നേരിടാനും പൊതു താൽപര്യങ്ങൾ നേടിയെടുക്കാനുമായി സമുദായത്തിലെ വിവിധ സംഘടനകളെയും നേതാക്കളെയും ഒരു വേദിയിൽ ഒന്നിച്ചു ചേർക്കാനുള്ള ശ്രമം പല സന്ദർഭങ്ങളിലായി നടന്നിട്ടുണ്ട്. ഐക്യത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങിയ സംഘടന തന്നെ അതിന്റെ പേരിൽ പിളർന്ന സംഭവവും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ശരീഅത്ത് വിവാദവേളയിൽ ഇതര മുസ്ലിം സംഘടനാ നേതാക്കളോടൊപ്പം വേദി പങ്കിടാൻ സമസ്ത നേതൃത്വം ധൈര്യം കാണിച്ചപ്പോഴായിരുന്നു ഈ കല്ലുകടി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തന്നെ പിളർപ്പിന് ഹേതുഭൂതമായ സംഭവങ്ങളിലൊന്നായി ഇതും രൂപാന്തരപ്പെട്ടു എന്നതാണ് ദുര്യോഗം. റമദാൻ മാസപ്പിറവിയെ തുടർന്നുള്ള പെരുന്നാൾ നിർണയത്തെ ചൊല്ലി മുസ്ലിം സമുദായത്തിൽ രൂപപ്പെട്ട ഭിന്നത സ്വാഭാവികതയുടെ സകല സീമകളും ലംഘിച്ച് മതപണ്ഡിത സംഘടനകളുടെയും മഹല്ലുഖാലിമാരുടെയും ഈഗോ പ്രശ്നമായി മാറി. സാധാരണ മുസ്ലിങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത പരിസരം. ഇതിന് ഒരു അറുതി വരുത്താൻ തീരുമാനിച്ചുറച്ച് സമുദായ സ്നേഹികളായ ഏതാനും വ്യവസായ പ്രമുഖരും പൊതുപ്രവർത്തകരും രംഗത്തിറങ്ങി. വിവിധ മതസംഘടനാ നേതാക്കളെയും മുസ്ലിം ലീഗ് നേതൃത്വത്തെയും അവർ ചെന്ന് കണ്ടു. മറ്റൊന്നിലും യോജിക്കാനായില്ലെങ്കിലും റമദാൻ മാസം തുടങ്ങുന്ന കാര്യത്തിലും പെരുന്നാളുകൾ നിശ്ചയിക്കുന്നതിലും ഏകീകരണം സാധ്യമാകില്ലേ എന്നായിരുന്നു അവർക്കറിയേണ്ടത്. പ്രതികരണം പ്രോത്സാഹജനകമായിരുന്നു. മൗലിക നിലപാടുകളിലെ ഭിന്നത ഒരു വേള ഒത്തുതീർക്കുക എളുപ്പമല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ പരസ്പര ധാരണയോടെ സാധ്യതകൾ ആരായാമെന്ന് ഒട്ടുമിക്കവരും പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് 1999 ഒക്ടോബർ 21 കോഴിക്കോട് ഹൈസൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ പ്രവാസി വ്യവസായ പ്രമുഖൻ ഗൾഫാർ മുഹമ്മദ് അലി മുൻകൈയെടുത്ത് വിവിധ മത സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും മുസ്ലിം ലീഗ് നേതാക്കളും സംഗമിച്ചത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത ഗ്രൂപ്പ് വിട്ടുനിന്നു. മുസ്ലിം ലീഗ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, കേരള നദ്വത്തുൽ മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, MES, MSS എന്നീ സംഘടനകളുടെ പ്രതിനിധികളും ഏതാനും വ്യവസായ പ്രമുഖരും ഉൾക്കൊള്ളുന്ന കേരള മുസ്ലിം സൗഹൃദവേദിയുടെ രൂപവൽക്കരണത്തിലാണ് ഈ സംഗമം കലാശിച്ചത്.
സൗഹൃദവേദി തുടക്കത്തിലെ നടത്തിയ ഒരു നീക്കം മുസ്ലിം സംഘടനകളെ കൊണ്ട് ഒരു പെരുമാറ്റച്ചട്ടം അംഗീകരിപ്പിക്കലായിരുന്നു. ആശയപരവും വീക്ഷണപരവുമായ വൈരുദ്ധ്യങ്ങളോ നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുപ്രശ്നങ്ങളിൽ സഹകരിക്കാനും ഭിന്നാഭിപ്രായങ്ങൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ പ്രകടിപ്പിക്കാനും നിഷ്കർഷിക്കുന്ന ഒരു പെരുമാറ്റച്ചട്ടത്തിന്റെ രൂപരേഖ സൗഹൃദവേദിയുടെ നിർവാഹക സമിതി പല സിറ്റിംഗുകളിലായി ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ താത്വികമായി അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ അന്തിമമായി അംഗീകാരം നൽകുന്നതിൽ നിന്ന് ചില സംഘടനകൾ വിട്ടുനിൽക്കുകയാണുണ്ടായത്. പിന്നീട് സൗഹൃദാന്തരീക്ഷം തകരാൻ ഈ വൈമനസ്യം കാരണമാവുകയും ചെയ്തു. കുവൈത്ത് ഐക്യകരാർ 1989 ഡിസംബർ 21 കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, മുജാഹിദ് നേതാവും മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനുമായ ഷെയ്ഖ് അബ്ദുൽ സമദ് അൽ കാത്തിബ്, ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനും ശാന്തപുരം ഇസ്ലാമിയ കോളേജ് അധ്യാപകനുമായ MK അബ്ദുറഹ്മാൻ തറുവായി എന്നിവർ സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളെ പ്രതിനിധീകരിച്ച് കുവൈത്ത് മന്ത്രാലയത്തിലെ ഇസ്ലാമിക കാര്യ ഡയറക്ടർ ഷെയ്ഖ് നാദിർ നൂരി മുമ്പാകെ 17 ഐക്യ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. കുവൈറ്റ് ഐക്യ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ച് അതിലൊപ്പിട്ട സംഘടനകൾ മുന്നോട്ടു പോവുകയും ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കേരളീയ മുസ്ലിങ്ങൾ അവരുടെ ധനവും ഊർജവും വിഭവങ്ങളും നിർമ്മാണാത്മകമായി വിനിയോഗിക്കുവാനും ആഗോള ഇസ്ലാമിക സമൂഹത്തിനും ലോകത്തിന് തന്നെയും സംഭാവനകൾ നൽകുവാനും കഴിയുമായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. KNM-ഉം സമസ്ത കാന്തപുരം ഗ്രൂപ്പും ഉൾപ്പെടെ എല്ലാവരും ഒപ്പിട്ട പ്രസ്തുത കരാറിന്റെ പൂർണ്ണരൂപം ഇത്. അള്ളാഹുവിന്റെ പേരിൽ സഹോദരന്മാരായ നമുക്കറിയാം, അള്ളാഹു മുസ്ലിങ്ങളെ ഒരേക സമുദായമാക്കിയിരിക്കുന്നു. സഹോദരന്മാരും പരസ്പരം സ്നേഹിക്കുന്നവരും ഭക്തിയിലും പുണ്യത്തിലും പരസ്പരം സഹകരിച്ച് വർത്തിക്കുന്നവരുമാക്കിയിരിക്കുന്നു. അല്ലാഹു തആല നമ്മോടിണങ്ങാൻ കൽപ്പിച്ചു, പിണങ്ങുന്നതും ഭിന്നിക്കുന്നതും വിരോധിച്ചു. അതിനാൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഒന്നാമതായി യോജിച്ചംഗീകരിക്കപ്പെടാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. 1. നമുക്കിടയിൽ ആദർശപരമായി ഏതെങ്കിലും വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ടായാൽ അഭിപ്രായ ഭിന്നത അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കേണ്ടത് നിർബന്ധമാണ്. 2. പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനുമല്ലാതെ ആർക്കും അപ്രമാദിത്വമില്ലെന്നാണ് സത്യത്തിൽ നിലകൊള്ളുന്നവരുടെ അഭിപ്രായം. പാപസുരക്ഷിതത്വമുള്ള റസൂൽ തിരുമേനിയുടേതല്ലാത്ത ഏത് ഇമാമിന്റെയും അഭിപ്രായം തള്ളുകയോ കൊള്ളുകയോ ആവാം. ഖുർആനിനും സുന്നത്തിനും യോജിച്ചുവരുന്ന ഏതൊരാളുടെ അഭിപ്രായവും നാം സ്വീകരിക്കും. യോജിച്ചു വരുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥവും റസൂലിന്റെ ചര്യയുമാണ് പിൻപറ്റാനും അനുസരിക്കാനും കൂടുതൽ അർഹം. 3. ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ അധിക്ഷേപവും ആരോപണവും മുഖേന നേരിടുകയല്ല നാം ചെയ്യുക, അവരുടെ ഉദ്ദേശ്യത്തിന് വിട്ടുകൊടുക്കുകയാണ്. 4. ഗവേഷണപടുക്കളായ പണ്ഡിതന്മാരും സമുദായത്തിലെ ചിന്തകരും ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായങ്ങൾ മുറുകെ പിടിക്കണം. എന്നാൽ പൂർവിക ഗവേഷകരുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാവുന്നിടത്ത് തന്റെ നിരീക്ഷണത്തിൽ ഖുർആനിനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്ത അഭിപ്രായം സ്വീകരിക്കണം. അഭിപ്രായം പറഞ്ഞ വ്യക്തിയെ വാഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യേണ്ടതില്ല. 5. യാഥാർത്ഥ്യം കണ്ടെത്താനും സത്യം പ്രാപിക്കാനുമുതകുന്ന രീതിയാണ് നാം സ്വീകരിക്കേണ്ടത്. ഒരഭിപ്രായത്തെ പൊക്കിക്കാണിക്കുന്നതോ ഒരു പ്രത്യേക വാദം സത്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോ ആയ രീതി കരണീയമല്ല. സത്യം പ്രാപിക്കുകയാണ് ഉദ്ദേശ്യം. എന്റെ നാവിലൂടെയാവട്ടെ അഥവാ പ്രതിയോഗിയുടെ നാവിലൂടെയാവട്ടെ. 6. ഭിന്നിപ്പിന്റെ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക, സത്യം പ്രാപിക്കാൻ സഹകരിക്കുക എന്ന അടിസ്ഥാനത്തിൽ യോജിക്കാവുന്നതാകുന്നു. 7. അന്യന്റെ ന്യൂനത പരതി നടക്കുന്നതാവരുത് നമ്മുടെ രീതി. വിശ്വാസത്തിന്റെ വൈകല്യത്തിൽ നിന്നുടലെടുക്കുന്ന അനാരോഗ്യകരമായ പ്രവണതയാണിത്. നമ്മുടെ സഹോദരന്മാരുടെ രക്ഷയിലും മാർഗദർശനത്തിലും ഗുണകാംക്ഷയിലും നാം അതീവ തൽപരരായിരിക്കണം. 8. അഭിപ്രായ ഭിന്നതയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും എല്ലാ വശങ്ങളും വിശദീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കണം.
ഏതെങ്കിലും ഒരു പാർശ്വം പരാമർശിച്ചാൽ പോരാ, പ്രതിയോഗിയുടെ അഭിപ്രായവും വിശദീകരണങ്ങളും ശ്രദ്ധിച്ചു കേൾക്കണം. 9. അടിസ്ഥാന തത്വങ്ങളിൽ യോജിക്കുക എന്നതിന്റെ അനിവാര്യമായ അർത്ഥം വിശദീകരണങ്ങളും അംഗീകരിക്കുക എന്നതാകുന്നു. ശാഖാപരമായ ചില കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുണ്ടെന്നത് ഒരാളുടെ മാർഗം അബദ്ധമാണെന്നതിന് തെളിവല്ല. ആദർശ പ്രശ്നങ്ങളിലെ ശാഖകളുടെ വിശദീകരണങ്ങളിൽ പൂർവികർ ഭിന്നാഭിപ്രായക്കാരായിരുന്നിട്ടുണ്ടല്ലോ. 10. പൊതുവായ അടിസ്ഥാന തത്വങ്ങളിൽ അധികവും യോജിക്കുന്നൊരു വിഭാഗം സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നുവെന്ന് പറയാൻ ഒരു ശാഖാപരമായ അഭിപ്രായാന്തരം അടിസ്ഥാനമാക്കിക്കൂടാ. മുൻതൂക്കവും പ്രാമുഖ്യവും നോക്കിയാണ് വിധി എഴുതേണ്ടത്. 11. എത്ര രൂക്ഷമായ ശത്രുതയും അഭിപ്രായ ഭിന്നതയും ഉണ്ടെങ്കിലും മിതത്വവും സമന്വയവും പാലിക്കണം. നമ്മോട് യോജിക്കുന്നവരെ പ്രീതിയുടെ കണ്ണുകൊണ്ടും വിയോജിക്കുന്നവരെ വിദ്വേഷത്തിന്റെ ദൃഷ്ടി കൊണ്ടും നോക്കാൻ പാടില്ല. 12. അബദ്ധം പറ്റിയവരെ അപ്പാടെ അകറ്റി അവരുടെ സദ്ഗുണങ്ങൾ ത്യജിക്കപ്പെട്ടാൽ മുസ്ലിം ചരിത്രത്തിൽ സ്വീകാര്യനായ ഒരു പണ്ഡിതനും ഉണ്ടാവില്ല. 13. ചില പ്രശ്നങ്ങളുടെ പേരിലോ അഭിപ്രായത്തിലും ധാരണയിലും വ്യത്യസ്ത രീതി സ്വീകരിച്ചതിന്റെ പേരിലോ ഒരു വിഭാഗത്തെ അനഭിമതരും കൊള്ളരുതാത്തവരുമായി മുദ്രകുത്താവതല്ല. പരസ്പരം കാഫിറാക്കുന്നതും മതഭ്രഷ്ട് കൽപ്പിക്കുന്നതും വളരെ ഗൗരവതരമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. 14. ദീനിൽ നേതൃത്വവും ജ്ഞാനത്തിൽ സ്ഥിരപ്രതിഷ്ഠയും ജീവിതത്തിൽ സദ്ഗുണ സ്വഭാവവും ഉള്ളവരെന്ന് അംഗീകരിക്കപ്പെട്ട മഹാത്മാക്കളിൽ നിന്ന് സംഭവിക്കുന്ന അപാകതകൾ കാരണം അവരെ അധിക്ഷേപിക്കരുത്. അവരുടെ സുഹൃതങ്ങളുടെയും ശ്രേഷ്ഠതകളുടെയും കടലിൽ മുങ്ങിപ്പോകാൻ മാത്രമേ ആ തിന്മകളുള്ളൂ. 15. ഏതൊരാളുടെ സംസാരത്തിലുള്ള വാചകങ്ങളും വിലയിരുത്തുമ്പോൾ അന്തിമ വിധിയെഴുതും മുമ്പ് അവഗാഹമായ പരിശോധന നടത്തേണ്ടതും പ്രകടവും വ്യക്തവും സ്ഫുടവും വിശദവുമായ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ പരോക്ഷവും അവ്യക്തവും സംക്ഷിപ്തവുമായ വാക്യങ്ങളെ വിശദീകരിക്കേണ്ടതുമാണ്. ഒരു വിഷയത്തിൽ ഒരാൾ അന്തിമമായി എത്തിച്ചേർന്ന അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത്. 16. സാധ്യമാവുന്നിടത്തോളം ഒരാളുടെ സംസാരം ഏറ്റവും നല്ല അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. ശരിയായ ആശയവും അബദ്ധജടിലമായ അർത്ഥവും ഉണ്ടാവാൻ സാധ്യത കണ്ടാൽ സതുദ്ദേശത്തോടെ നാം അതിന്റെ ശരിയായ അർത്ഥത്തിലാണ് അതെടുക്കുക. 17. ഇസ്ലാമിന്റെ പ്രതിയോഗികളുടെ പ്രയത്നങ്ങളെ പ്രതിരോധിക്കാൻ സംഘടിപ്പിക്കുന്ന സംയുക്ത സംരംഭങ്ങളിൽ സഹകരിക്കുക. അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. ഇസ്ലാമിന്റെ പ്രതിയോഗികൾക്ക് മറുപടി പറയുക. ഓരോ വിഭാഗത്തിന്റെയും നേതാക്കളോടും അനുയായികളോടും മറുവിഭാഗം സ്നേഹവും മമതയും പ്രകടിപ്പിക്കുക. ഓരോ വിഭാഗവും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംബന്ധിക്കുവാനും സംസാരിക്കുവാനും മറ്റുള്ളവർക്ക് അവസരം നൽകുക. പത്രപേജുകളിലും പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും മിമ്പറുകളിലും പരസ്പരം വിമർശിക്കുന്നത് അവസാനിപ്പിക്കുക. ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കുത്തിപ്പൊക്കുന്നതും പരസ്പരം കാഫിറാക്കുന്നതും നിർത്തിവെക്കുക. എന്നാൽ ഈ കരാറുകളെയും വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് ഇസ്ലാമിക പ്രഭാഷണം എന്ന പേരിൽ മതപ്രസംഗ സ്റ്റേജുകളെ പൂരപ്പാട്ടുകളുടെ വേദിയായി ഇവർ മാറ്റുന്നത്. നേതാക്കൾ വ്യതിചലിക്കുമ്പോൾ അവരെ നേർമാർഗത്തിലെത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം അനുയായികൾക്കായിരിക്കെ അത് ഒരു അമാനത്തായി നാം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? മുസ്ലിം രാഷ്ട്രങ്ങളെയും സമുദായത്തെ തന്നെയും ഭിന്നിപ്പിച്ച് ദുർബലപ്പെടുത്തുക എന്ന യാങ്കി സയനിസ്റ്റ് ഫാഷിസ്റ്റ് അജണ്ടയെ പരോക്ഷമായി സഹായിക്കുകയല്ലേ നമുക്കിടയിലെ സംഘടനാ പക്ഷപാതിത്വം വഴി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോക മുസ്ലിങ്ങൾ എന്നാൽ ഇന്തോനേഷ്യ 20 കോടി, പാകിസ്ഥാൻ 17 കോടി, ബംഗ്ലാദേശ് 14 കോടി, ഇന്ത്യ 16 കോടി, ഈജിപ്ത് 7 കോടി,
നൈജീരിയ 4 കോടി, അഫ്ഗാനിസ്ഥാൻ 2 കോടി, സൊമാലിയ, അൾജീരിയ, ഇറാൻ, ഇറാഖ്, ലിബിയ, അസർബൈജാൻ, മൊറോക്കോ, തുർക്കി എന്നിങ്ങനെ 150 കോടി മുസ്ലിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നു. From Nigeria, from Islamabad, from Egypt, Indonesia, Morocco, from Palestine, China, Bangladesh, Japan. 40-ലേറെ മദ്ഹബുകളും ഉപമദ്ഹബുകളും ആരാധന, ജീവിത രീതി, സംസ്കാരം തുടങ്ങി എല്ലാ കാര്യത്തിലും പ്രകടമായ അന്തരം ഇവരിൽ കാണാം. എന്നാൽ എല്ലാവരും ദൈവിക പാശത്ത് മുറുകെ പിടിച്ച് മുസ്ലിമായി ജീവിക്കുന്നു. അടിസ്ഥാന വിശ്വാസങ്ങളും ആധാരമാക്കുന്ന പ്രമാണങ്ങളും ഒന്നുതന്നെ. ഒരുമയോടെ ജീവിക്കാൻ ഇത് തന്നെ ധാരാളമല്ലേ? കേരളീയ മുസ്ലിം സംഘടനകളിൽ ഇന്ന് നാം കാണുന്ന അനാരോഗ്യ പ്രവണതകൾ അവസാനിപ്പിച്ച് സഹവർത്തിത്വത്തോടെ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Tentang Nabi kita agar engkau kenal Nabi-Mu sendiri. Sallallahu ala Muhammad, sallallahu alaihi wasallam, sallallahu